അപ്പൊ നമ്മള് നമ്മുടെ ഇന്നത്തെ ഹോട്ട് ടോപ്പിക്കുമായിട്ട് വന്നേക്കാണ്. സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാൽ എതിർക്കുന്നവരുടെ തെറി വരും, എതിർത്ത് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുന്നവരുടെ തെറി വരും. ആമ്പിള്ളേരെ പിടിക്കാൻ വരുന്ന ഞരമ്പന്മാരാ. പക്ഷെ അതിന്റെ കമന്റ് ബോക്സ് ഫുൾ അമ്മയ്ക്കുള്ള തെറിയാണ്. അതിനപ്പുറം ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതിന്, ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ പ്രകൃതി വിരുദ്ധതയായിട്ടാണ് നാട്ടില് കണ്ടിരുന്നത്. ദീപം കുടുംബശ്രീയിലേക്ക് സ്വാഗതം. നമ്മൾ 2 ആഴ്ചയായി എപ്പിസോഡ് ഷൂട്ട് ചെയ്തിട്ട്, എപ്പിസോഡ് വന്നിട്ട്. കാരണം ഓണത്തിന്റെ തിരക്കായിരുന്നു, അത് കഴിഞ്ഞ് കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു. ബിസി പീപ്പിള് ഗൗരിക്ക് ഓണം ഷൂട്ട് ടൈറ്റ് ഷെഡ്യൂൾ ആയിരുന്നു. ഓണം എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലായിരുന്നെങ്കിലും ആരും എന്നെ ഷൂട്ടിനൊന്നും വിളിച്ചില്ല, ഞാൻ തന്നെ ടൈറ്റ് ആക്കിയ ഷെഡ്യൂളായിരുന്നു എൻ്റേത്. അപ്പൊ നമ്മൾ നമ്മുടെ ഇന്നത്തെ ഹോട്ട് ടോപ്പിക്കുമായിട്ട് വന്നേക്കാണ്. ഫുള്ളി സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ഇതൊരു ഹോട്ട് ടോപ്പിക്കാണ്. അതെ, ഹോട്ട് എന്ന് പറയുമ്പോൾ തൊട്ടാ പൊള്ളുന്ന ടോപ്പിക്. നമ്മൾ ആരതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞാലും നല്ലത്. ഇതിപ്പം നമ്മൾ മറ്റേ കാസ്റ്റ് റിസർവേഷൻ എടുത്ത പോലെയാണ്. സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാൽ എതിർക്കുന്നവരുടെ തെറി വരും, എതിർത്ത് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുന്നവരുടെ തെറി വരും. ആ ഒരു കൺസെപ്റ്റാണത്. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് അതിൻ്റെ ഓരോ ലെറ്റേഴ്സ് ഓരോ. നീ പറ, ഫസ്റ്റ് ലെറ്റർ പറ. ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, LGBT, ക്യൂർ, പ്ലസ്. ഇത് കൂടാതെ ഒരുപാട്. അതായത് സെക്ഷുവാലിറ്റിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നിനക്ക് അക്കോർഡിംഗ് ടു ഗൗരീസ് ഹിയർ സെക്ഷുവാലിറ്റി എന്താ? എനിക്ക് എൻ്റെ മൈൻഡിൽ നമ്മൾ ചെറുപ്പം തൊട്ടേ ഈ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമ്മുടെ മുന്നിലുള്ള സെക്ഷുവാലിറ്റി ആണും പെണ്ണും മാത്രമാണ്. അതിനപ്പുറം ഒരു സെക്ഷുവാലിറ്റി സാധനം നമ്മൾ കാണുന്നില്ല. പിന്നെ നമ്മൾ കാണുന്നത് ഈ ട്രാൻസ്ജെൻഡേഴ്സിനെയൊക്കെ നമ്മൾ കാണുന്ന എവിടെയാണ്? ട്രെയിനിൽ കയറുമ്പോൾ ട്രാൻസ് ആണെന്ന് തോന്നുന്നില്ല അവരല്ലേ? നമ്മള് ഇപ്പൊ ഗൗരി പറഞ്ഞത് ജെൻഡർ ബേസ്ഡ് ആയിട്ട് നമ്മൾ അറിയുന്ന ഇത്രേ ഉള്ളൂ, നമുക്ക് ഇത്രേ അറിയുള്ളൂ. ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാരെ ട്രെയിനിൽ കാണും. ട്രാൻസ് ആണെന്ന് തോന്നുന്നില്ല, അവർ മാറിയിട്ടുണ്ടായിരിക്കത്തില്ല. എക്സ്ട്രാ ഒരു ജെൻഡർ പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ജെൻഡർ. ഇനി ഈ ജെൻഡർ കോൺസെപ്റ്റിൽ നിന്ന് ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. സെക്ഷുവാലിറ്റി നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ള സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ഒരു ആണും പെണ്ണും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അതിനപ്പുറം ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതിന്, ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ പ്രകൃതി വിരുദ്ധതയായിട്ടാണ് നാട്ടിൽ കണ്ടിരുന്നത്. ഇപ്പം അത് കണ്ടിരുന്നതെന്നല്ല, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കാണപ്പെടുന്നത്. പണ്ട് തൊട്ടേ ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കിത് നോളജിൽ വരുന്നത് ഇപ്പോഴാണ്. പക്ഷെ പണ്ട് തൊട്ടേ ഏൻഷ്യൻ മനുഷ്യൻ എന്നുണ്ടായ കാലം തൊട്ടേ ഈ ഒരു ഹോമോസെക്ഷൽ റിലേഷൻഷിപ്സ് ഉണ്ട്. അതിനുള്ള കുറേ പ്രൂഫ്സൊക്കെ ഏൻഷ്യൻ ഹിസ്റ്ററിയിലൊക്കെ പറയുന്നുണ്ട്. അതെ, നമ്മളിപ്പോൾ ഭഗവത്ഗീത നോക്കിക്കഴിഞ്ഞാൽ അതിലുണ്ട്. രാജാക്കന്മാരൊക്കെ ബൈസെക്ഷൽ ആയിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പേരൊന്നും ഞാനിപ്പോൾ ഓർക്കുന്നു. നമ്മൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ വർഷിപ്പ് ചെയ്യുന്ന ഗോഡ് കൺസെപ്റ്റ്സിലും ഈ പറയുന്ന എന്താ അതർ ജെൻഡർ, നമ്മൾ ട്രാൻസ് അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ആണെന്ന് പറയപ്പെടുന്നവരുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞു വന്നത്, ഇപ്പൊ മെയിൻ ടോപ്പിക്ക് ബിഗ് ബോസിലെ ആദിലയും നൂറയുമാണ്. എല്ലാവർക്കും ഭയങ്കര പ്രശ്നം. എല്ലാ വർഷവും ബിഗ് ബോസിൽ അവരൊരു ഈ പറയുന്ന ഒരു കമ്മ്യൂണിറ്റിന്ന് ഒരാളെ ഇൻക്ലൂഡ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ആക്ച്വലി ഇതിനെ ഒപ്പോസ് ചെയ്യണോ ഇതിനെ സപ്പോർട്ട് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ഒപ്പീനിയനും വാലിഡാണ്. എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നൊരു ഒപ്പീനിയൻ എനിക്ക് പറയാമെങ്കിൽ ഒപ്പോസ് ചെയ്യുന്നൊരു ഒപ്പീനിയൻ ഷുവറായിട്ടും മറ്റൊരാൾക്ക് പറയാം. അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ആ ഒപ്പോസ് ചെയ്യുന്ന രീതിക്കാണ് പ്രശ്നം. നിങ്ങൾ ഇന്ന ആൾക്കാരാണ്, നിങ്ങളെ വെറുക്കപ്പെടേണ്ടവരാണെന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങളുണ്ടാകുന്നത്. ഒബ്വിയസ്ലി ഒപ്പോസ് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും ഓരോരുത്തരുടെ പേഴ്സണൽ വ്യൂസാണ്. അതിൽ ആർക്കും ഒരു കുറ്റം പറയാൻ പറ്റില്ല. നിങ്ങൾ അതിനെ ഒപ്പോസ് ചെയ്തു എന്നും പറഞ്ഞ് നിങ്ങളൊരു ചീത്തയാളും സപ്പോർട്ട് ചെയ്താൽ നല്ല ബ്രോഡ് മൈൻഡഡ് ആയിട്ടുള്ള ആളുമായി മാറുന്നില്ല. പക്ഷേ ഒപ്പോസ് ചെയ്യുമ്പം തെറി പറഞ്ഞും അവരെ അങ്ങ് മാറ്റി നിർത്തിയേക്കണം, അവരെ തള്ളിക്കളഞ്ഞേക്കണം. അതല്ല ഒപ്പോസിഷൻ. വളരെ ജെന്റിലായിട്ട് നിങ്ങളെ ആസ് എ ഇൻഡിവിജ്വൽ, ആസ് എ ഹ്യൂമൻ എനിക്ക് കുഴപ്പമില്ല. ബട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ അല്ലെങ്കിൽ നിങ്ങളുടെ സെക്ഷുവാലിറ്റിയിലുള്ള കൺസെപ്റ്റിനോട് എനിക്ക് പൊതുവെ താല്പര്യപ്പെടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങളെ ഞാൻ എൻ്റെ പിയർ ഗ്രൂപ്പിൽ നിന്ന് മാറ്റി നിർത്തും. നിങ്ങൾ വരുന്നിടത്ത് ഞാൻ വരില്ല, അല്ലെങ്കിൽ നിങ്ങളെ എൻ്റെ വീട്ടിൽ കയറ്റില്ല, നിങ്ങളെ നിങ്ങളുടെ വീട്ടിൽ പോലും കയറ്റുന്നില്ല എന്ന് പറയുന്നിടത്താണ് പ്രശ്നം ഉണ്ടാകുന്നത്. നിങ്ങളുടെ ഒപ്പീനിയൻ ഷുവറായിട്ടും പറയാം, പക്ഷെ പറയുന്നതിനൊരു സാമാന്യ മാനുഷിക പരിഗണന
അത് മാത്രം. നമ്മൾ എല്ലാ കൺസെപ്റ്റ്സും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഇടയിൽ നമ്മൾ ഇപ്പം സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ചിട്ട് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യും. പുതിയ പുതിയ അറിവുകളെക്കുറിച്ച് നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് മനസ്സിലാക്കി തുടങ്ങുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആദ്യമൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ഒപ്പോസിങ് മെൻറ്റാലിറ്റി തന്നെ ചിലപ്പോൾ ചേഞ്ച് ആവും. ഇപ്പോൾ ഈ പറയുന്ന ബിഗ് ബോസിലുള്ള കണ്ടസ്റ്റൻസിനും അവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഒപ്പോസിഷൻ മൈൻഡ് ഉണ്ടെങ്കിൽ പോലും ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ആൾക്കാർ സംസാരിക്കുക, പറഞ്ഞു കൊടുക്കുക, മനസ്സിലാക്കുക, അങ്ങനെ ഒരു മനസ്സിലാക്കൽ ലെവലിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ അതിൽ നിന്ന് അവർ ഡൈവേർട്ടഡ് ആവും, കൂടുതൽ അക്സെപ്റ്റൻസ് എന്നുള്ള ലെവലിലേക്ക് വരും. ഇത് ശരിക്കും അവർ പറയുന്നത് നോർമലൈസ് ചെയ്യാനായിട്ടാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ആക്ച്വലി ഇത് നോർമലൈസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? കാരണം അവരുടെ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ഒബ്വിയസ്ലി അവരുടെ പേഴ്സണൽ കാര്യമാണ്. നമുക്ക് ഓൾറെഡി അവർ നോർമൽ 2 ഹ്യൂമൻസ് ആണ്. പിന്നെ അതിനെ പ്രത്യേകിച്ച് നോർമലൈസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നതുകൊണ്ടാണ് അവർക്ക് അത് നോർമലൈസ് ചെയ്യണം എന്നൊരു തോന്നൽ വരുന്നത്. അതെ, സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ആ സെക്ഷുവാലിറ്റി ഡിഫറെൻ്റ് ആണ് എന്നുള്ളതിൻ്റെ ആക്സെപ്റ്റൻസ് ലെവല് ഇവർ ആസ് കപ്പിൾസ് നമ്മുടെ ഒരു ഗ്രൂപ്പിൽ നമുക്ക് ഇത്രയും നാളും കണ്ടിട്ടില്ല എന്നുള്ളതിൽ നിന്ന് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് നമ്മൾ കാണുമ്പോൾ നമ്മൾ അതിനെ ഒരു ഡൗട്ട്ഫുൾ മൈൻഡോടെയാണ് ആദ്യമേ കാണുക. പിന്നെ പയ്യെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ ഓഫ്കോഴ്സ് ഇവരെല്ലാം കോമൺ ആയി മാറും. ഒരു ഗ്രൂപ്പ് അതെ, അതായത് ഇപ്പം നമ്മൾ കാണുമ്പോൾ അവർ പുറത്തുനിന്നുള്ള ഒരാൾക്കാരാണ്. അതേസമയം നമ്മുടെ ഒരു ഗ്രൂപ്പിലേക്ക് അവർ എൻ്റർ ചെയ്യുമ്പോൾ നമ്മളുമായിട്ട് മിങ്കിൾ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ സെക്ഷുവാലിറ്റി ഒരു പ്രശ്നമായിട്ട് തോന്നുമെന്ന് എനിക്കറിയത്തില്ല. എനിക്കതൊരു പ്രശ്നമായിട്ട് തോന്നത്തില്ല. കാരണം നമ്മുടെ കൂടെ നിൽക്കുന്ന കൂട്ടുകാരെന്നുള്ള രീതിയിൽ അവരുടെ സെക്ഷൽ ലൈഫ് എന്തും ആയിക്കോട്ടെ, ദാറ്റ് ഡസൻറ്റ് മാറ്റർ ടു മീ. പിന്നെ അവരെ കണ്ട് ഇൻഫ്ലുവൻസ് ആവും. എനിക്കറിയത്തില്ല, അവർ രണ്ടുപേരും സ്നേഹിക്കുന്ന കണ്ടിട്ട് ബൈസെക്ഷൽ ആയ ഞാൻ ഇൻഫ്ലുവൻസ് ആവും. സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിന്റെ ഉള്ളിലുള്ള കാര്യമാണ്. അതൊരിക്കലും നമുക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. നീ നിന്റെ ഉള്ളിൽ ഒരു ലെസ്ബിയന്റെ തോട്ട്സോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്താഗതിയോ ആണെന്ന് നമുക്ക് ഒരിക്കലും ഒരാളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അയാളെ അതിലേക്ക് കൊണ്ടുവരാനൊന്നും പറ്റില്ല. അങ്ങനെ അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമുക്ക് പറ്റാത്ത ഒരു ഏരിയ ആണ് ഈ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മൾ റിസീവ് ചെയ്യുന്ന സിഗ്നൽസ് ഇപ്പം ചിലപ്പം ഈ പറയുന്ന കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു ഇതുണ്ട്. നമ്മുടെ ഐഡൻറ്റിറ്റി തന്നെ നമ്മൾ റിയലൈസ് ചെയ്യുന്ന ഒരു ഏജ് എന്ന് പറയുന്നത് അഫ്കോഴ്സ് നമ്മളൊരു പ്യൂബർട്ടി ഒക്കെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നാൾ നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും. അതായത് നമുക്കൊരു സെക്ഷൽ നോളജ് എന്നല്ല, നമുക്ക് ഉള്ളിലൊരു സെക്ഷൽ സാധനം വരണം എന്നുണ്ടെങ്കിൽ ഒരു ഏജ് റീച്ച് ചെയ്യണം. അതിൽ വന്ന കുറേ കാര്യങ്ങളിലൊന്നാണ് ഇത് പബ്ലിക്കിനെ റോങ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. ഇത് കാണുന്ന കുട്ടികൾ ഇതിൽ ഇൻഫ്ലുവൻസ്ഡ് ആവും എന്ന് പറയുന്നത്. അപ്പോഴും ആദ്യം പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഒരിക്കലും സെക്ഷുവാലിറ്റിയിൽ ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. അത് ഒരാളുടെ ഉള്ളിൽ ഉള്ള ഒരു സാധനമാണ്. അത് തിരിച്ചറിയപ്പെടുമ്പോഴാണ് ഞാൻ ഗേ ആണ്, ഞാൻ ലെസ്ബിയൻ ആണ്, ഞാൻ ട്രാൻസ്ജെൻഡർ ആണെന്ന് അവർക്ക് മനസ്സിലാവും. അതെ, അപ്പോൾ ഇത്രയും നാളും അത് മനസ്സിലാക്കാൻ പോലും ആൾക്കാർക്ക് പറ്റിയിട്ടില്ല. ഇപ്പം നമ്മുടെ മമ്മൂട്ടിയുടെ ഫിലിം, അതിൽ ഒരു പരിധി വരെ ആൾ ജീവിച്ചിരുന്ന ഇതെന്ന് പറയുന്നത് സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയല്ല. അങ്ങനെ ഒരു കാര്യം പുറത്തു പറയാൻ പോലും, വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ, നാട്ടുകാരറിഞ്ഞുള്ള പ്രശ്നങ്ങൾ, ആ മൂവി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ പോർട്രേ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ അവസാനം സൊസൈറ്റി അത് കംപ്ലീറ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്ത് അങ്ങനെയുള്ള ഒരു കാര്യം നോർമലാണ്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്കും എല്ലാ ഹ്യൂമൻ ബീയിങ്സിനും കിട്ടുന്ന അതേ റൈറ്റ്സും ഡ്യൂട്ടീസും പെർഫോം ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് ആ മൂവി കൺക്ലൂഡ് ചെയ്തപ്പോൾ അത് വളരെ ഒരു ബ്യൂട്ടിഫുൾ മൂവിയാണ്. അതുപോലെയായിരുന്നു നമ്മുടെ സൊസൈറ്റി. ഇത്രയും നാളും ആൾക്കാർക്ക് ഒരു അക്സെപ്റ്റൻസ് കിട്ടുന്നില്ല. അങ്ങനെ ഒരു കാര്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സിന്നാണ് എന്ന് വിശ്വസിക്കുന്നു. അതായത് ഇപ്പൊ ആദില നൂറയുടെ കേസ് ആണെങ്കിൽ പോലും അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കി, അവരെ വീട്ടുകാർ അംഗീകരിക്കുന്നില്ല എന്നുള്ളൊരു കേസ് വന്നു. ശരിക്കും അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങളുടെ മകൾക്കോ മകനോ ഇങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളത്. അവിടെയാണ് പേരൻസിൻ്റെ പേരൻറ്റിങ് എന്ന് പറയുന്ന സാധനം ഇരിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യത്തിലും ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. പിന്നെ എപ്പോഴും നമ്മുടെ ഖലീൽ ജിബ്രാൻ പറയുന്ന പോലെ ചിൽഡ്രൻ എന്ന് പറയുന്നത് നമ്മുടെ സ്വത്തല്ല, നമ്മളിൽ നിന്ന് വന്നു എന്നേ ഉള്ളൂ. അതൊരിക്കലും നമ്മുടെ അസറ്റല്ല. അതായത് അവരെൻ്റെയാണ്, ഞാൻ പറയുന്ന പോലെയാണ് ഞാൻ പറയുന്നതേ അംഗീകരിക്കാവുള്ളൂ, അതല്ല. നമ്മുടെ മക്കളാണ്. അവർക്ക് നമ്മൾ ഒരു ഏജ് വരെ നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, അവരെ നോക്കുക. അത് കഴിയുമ്പോൾ അവരുടെ ഇഷ്ടമാണ്, അവരുടെ ലൈഫാണ്. ഇറ്റ്സ് എൻ ഇൻഡിവിജ്വൽ. നമ്മളിൽ നിന്ന് വന്നൊരു ഇൻഡിവിജ്വൽ മാത്രമാണ്, അല്ലാതെ ഒരിക്കലും നമുക്ക് അവരെ നല്ല രീതിയിൽ മോൾഡ് ചെയ്തെടുക്കാം ഒരു പ്രായം വരെ. അതിനുശേഷം മോൾഡിങ് എന്ന് പറയുന്നത് നമുക്ക് പോസിബിൾ അല്ല. അവർക്ക് അവരുടെ ഐഡൻറ്റിറ്റി ഉണ്ട്, അവരുടെ ഇൻഡിവിജ്വൽ സ്പേസ് ഉണ്ട്. അവർ ആസ് ആൻ ഇൻഡിവിജ്വൽ നമ്മളുടെ സൊസൈറ്റിയിലേക്ക് ഇറങ്ങി
എന്താ നോർമലായിട്ട് ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടും അറിഞ്ഞും ഒക്കെയാണ് വളരുന്നത് എന്ന് പറയുമ്പോൾ പോലും അവരുടെ തോട്ട്സ് എന്ന് പറയുന്നത് അവരുടെ ഇൻഡിവിജ്വൽ സ്പേസിൽ അവർ തന്നെ മോൾഡ് ചെയ്തെടുക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഒരു പരിധി വരെ അവർക്ക് ഉള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം. ഒരു പാരന്റ് എന്നുള്ള രീതിക്ക് നമുക്ക് അതായിരിക്കും ചെയ്യാൻ പറ്റുന്നത്. പിന്നെ എന്ത് പ്രശ്നം വന്നാലും സമൂഹം കൂടെ നിന്നില്ലെങ്കിലും അച്ഛനും അമ്മയും കൂടെ ഉണ്ടാവും എന്നുള്ളൊരു ധൈര്യം കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഇന്ന് ഫാമിലി എന്നുള്ള കോൺസെപ്റ്റ് വരെ ഭയങ്കര ഡൈവേഴ്സ് ആയിക്കൊണ്ടിരിക്കുക. ഫാമിലി പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ അമ്മ കുട്ടികൾ വളർന്നാലും അവർ കല്യാണം കഴിച്ച് വീണ്ടും ഈ ഫാമിലി തന്നെ വന്നോണ്ടിരിക്കുകയാണ്. പക്ഷെ ഇന്നെന്ന് പറയുന്നത് അതൊക്കെ ഡിഫറെൻ്റ് ആയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട്, ഇപ്പോൾ ഞാൻ എൻ്റെ ഫാമിലി ആയിട്ട് ബയോളജിക്കലി ഞങ്ങൾ റിലേറ്റഡ് അല്ലെങ്കിൽ പോലും ഞാൻ എൻ്റെ ഫാമിലി കൺസെപ്റ്റ്സിൽ ചിലപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനെയും അവരുടെ റിലേഷനിലുള്ളവരെയും എല്ലാം ഫാമിലി ആയിട്ടാണ് കാണുന്നത്. അപ്പം ഇന്ന് എല്ലാവരുടെയും കോൺസെപ്റ്റ് മാറിക്കൊണ്ടിരിക്കുക. നമുക്ക് ഡിഫൈൻ ചെയ്യാം, നമുക്ക് വേണ്ട രീതിയിൽ നമ്മളുടെ കാര്യങ്ങൾ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഈ നാളെ എൻ്റെ മകനോ മകളോ ഇങ്ങനെ ഈ ഒരു ഇതിലാണ് വരുന്നത് എന്നറിയുമ്പോഴത്തേക്കും നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നത്, ഒബ്വിയസ്ലി അക്സെപ്റ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അല്ലാതെ അതൊരിക്കലും ഒരു പേരൻറ്റിങ് മിസ്റ്റേക്ക് അല്ല, അത് അവരുടെ ഉള്ളിലുള്ളൊരു ബയോളജിക്കൽ ചേഞ്ചാണ്. അതിനെ നമുക്കൊരിക്കലും നീ നന്നായിട്ട് വളർത്താത്തത് കൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയെന്ന് പറയാൻ പറ്റില്ല. ഇറ്റ്സ് ബയോളജിക്കൽ ചേഞ്ച് ആയിട്ടാണ് പറയപ്പെടുന്നത്. അതിനാണ് പ്രൂഫുകളുള്ളത്. ഞാനൊരു കാര്യം പറയാം, എൻ്റെ മകളോ മകനോ അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ആരെങ്കിലും ഹോമോസെക്ഷൽ ആയി എന്ന് പറഞ്ഞാൽ അതെനിക്ക് പ്രശ്നമില്ല. പക്ഷേ അവർ കല്യാണം കഴിക്കാൻ പറ്റുന്നത് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് സ്വഭാവ ദൂഷ്യമുള്ള ഒരാൾ, ഭയങ്കര ടോക്സിക് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ പൂർവ്വകാലങ്ങളിൽ ഹിസ്റ്ററി നോക്കുമ്പോഴത്തേക്കും വളരെ പുവറായിട്ടുള്ള, അല്ല പുവറെന്നല്ല, ഭയങ്കര വൾഗറായിട്ടുള്ളൊരു ലൈഫ് ലീഡ് ചെയ്ത ഒരാൾ, അയാളെ കിട്ടുന്നതിനോട് ഞാൻ അതിന് ഒപ്പോസ് ചെയ്യും. പക്ഷെ നിങ്ങൾ കല്യാണം കഴിക്കുന്നത് നല്ല സ്വഭാവമുള്ളവരാണോ പെണ്ണോ എന്തോ ആയിക്കോട്ടെ, ദാറ്റ്സ് നോട്ട് ആൻ ഇഷ്യൂ. നിങ്ങൾക്ക് സെൽഫ് ഇൻഡിവിജ്വലി ഗ്രോ ചെയ്യാനുള്ളൊരു സ്പേസ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണായാലും പെണ്ണായാലും എനിക്കൊരു വിഷയമല്ല. അതേസമയം നിങ്ങളല്ലാതാക്കുന്നൊരു റിലേഷൻഷിപ്പിലേക്കാണ് പോകുന്നതെങ്കിൽ ഞാനതിനെ ഒബ്വിയസ് ആയിട്ട് ഒപ്പോസ് ചെയ്യും. അപ്പോൾ അതാണ് അവിടുത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ റിലേഷൻഷിപ്സ് എന്ന് പറയുന്നതിന് മീനിങ്സ് ഉണ്ട്. അഫ്കോഴ്സ് നമ്മളൊക്കെ ഒരു മാരേജിലേക്ക് പോകുന്നതിൻ്റെ ഒരു ജനറേഷൻ ബിൽഡിങ് അല്ലെങ്കിൽ ഓഫ് സ്പ്രിങ് റീപ്രൊഡക്ഷൻ അങ്ങനെയുള്ള സാധനമൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് മാരിറ്റൽ കൺസെപ്റ്റിൽ വരുന്നത്. അപ്പം ഇതൊരു പർപ്പസാണ് മാരേജ് ഫങ്ഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഫാമിലി ഫങ്ഷൻ ചെയ്യുന്നത് ഇതിലൂടെയാണ്. അപ്പം അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഇവർക്ക് പോസിബിൾ ആണോ അല്ലയോ എന്നുള്ളതിൻ്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും വരുമ്പോഴാണ് അഡോപ്ഷൻ ഒരു നല്ലൊരു ഓപ്ഷനാണ്. ഈ ആദില നൂറയുടെ തന്നെ ഒരു ഇൻ്റർവ്യൂ എന്തോ ഒരു പോർഷനിൽ ഇവർ പറയുന്നുണ്ടായിരുന്നു, ഇവരെന്തോ ഡോണറിനെ സ്വീകരിക്കും, എന്നിട്ട് ആദിലയുടെ ഓവമായിരിക്കും, ആദിലയാണോ നൂറയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ഇവരുടെ ഓവമായിരിക്കും എന്നുള്ളത്. ഇവർ രണ്ട് ഇൻഡിവിജ്വൽസ് ലെസ്ബിയൻസോ ഗേസോ വാട്ടെവർ, അവർക്ക് കൺസെപ്റ്റ് ഉണ്ട് അവരുടെ ലൈഫ് എങ്ങനെ ലീഡ് ചെയ്യണം. അപ്പം ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡിസ്കഷൻ പോയിന്റ് ആക്കി മാറ്റും. ഇൻ്റർവ്യൂവേഴ്സ് അതിലിങ്ങനെ ഡിഗ് ചെയ്ത് അപ്പം ഒരു ടൈമിൽ അവരിങ്ങനെ പറഞ്ഞു, നെക്സ്റ്റ് ടൈമിൽ അത് അവർ ചേഞ്ച് ചെയ്ത് പറഞ്ഞു. ഇപ്പം അതെല്ലാം അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അവർ കപ്പിൾസ് ആയിട്ട് അല്ലെങ്കിൽ അവർ രണ്ടുപേരും കൂടി എടുക്കുന്ന തീരുമാനങ്ങളാണ്. മാറാതിരിക്കുക, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, മാറി വരാം. അതേസമയം ഇന്റർവ്യൂ ചെയ്തത് കുളവാക്കുന്നവരും ഉണ്ട്. അതായത് ആഷിയും ജാസി ആഷി കപ്പിൾസിൻ്റെ കാര്യത്തിൽ വരുമ്പം ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ട്. ഇവരുടെ കമ്മ്യൂണിറ്റി എന്നുള്ളവർ തന്നെ ഇവരെ നെഗറ്റീവാക്കി സംസാരിക്കുന്നവരുണ്ട്. അതായത് ഒരു ടൈമിൽ ജാസി പറയും, ഞാൻ എൻ്റെ ഓർഗൻസ് എല്ലാം ഈ പറഞ്ഞ പോലെ ഓപ്പറേറ്റ് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയും. നെക്സ്റ്റ് ടൈം അയാളത് മാറ്റി പറയും. അപ്പോൾ ഇങ്ങനെ ഒരു ചേഞ്ചസ് അവിടെ ഇവിടെ ആയിട്ട് നിന്ന് സംസാരിക്കുമ്പം അവരുടെ കമ്മ്യൂണിറ്റിക്കുള്ളിൽ തന്നെ ആൾക്ക് ഒപ്പോസിഷൻസ് ഒരുപാടുണ്ട്. അപ്പം അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജനറലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു, ഈ ഒരു കമ്മ്യൂണിറ്റിയെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ, ഒപ്പോസ് ചെയ്യാം, അക്സെപ്റ്റ് ചെയ്യുന്നവരെ പോലെ തന്നെ എനിക്ക് ആ ഒരു ബിലീഫ് ഇല്ല എന്ന് പറയുന്നവരും സത്യമാണ്. അതും നമ്മൾ എടുക്കേണ്ട ഒരു വാലിഡ് പോയിന്റ് ആണ്. മോഹൻലാൽ പറഞ്ഞതുകൊണ്ട് നമ്മളെല്ലാം അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് പേഴ്സണലി അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ദാറ്റ്സ് ഓൾസോ, അതും ഒരു ഒപ്പീനിയനാണ്. എല്ലാവരുടെ ഒപ്പീനിയൻ ഇവിടെ ഒരുപാട്. പക്ഷെ അതിന്റെ പേരിൽ ഇവരെ കയറി അങ്ങോട്ട് വ്യക്തിഹത്യ നടത്തുന്നതും ക്യാരക്ടർ അസാസിനേഷൻ, അവരുടെ വീട്ടുകാരെ പറയുന്നത്, നിങ്ങളുടെ വീട്ടുകാർ നിന്നെയൊന്നും നല്ലതായിട്ട് വളർത്താത്ത, നീയൊന്നും കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തതാണ്, നിന്നെയൊന്നും ഒരുത്തരും വീട്ടിൽ കയറ്റില്ല, അവിടെയാണ് പ്രശ്നം വരുന്നത്. ഒപ്പോസ് ചെയ്യാം, ബട്ട് ഇൻ
ഹ്യൂമൻ മാനർ, അതായത് ഒരു മനുഷ്യനായ ഒരു പരിഗണന കൊടുക്കണ്ടേ. എനിക്കിപ്പോൾ അതിനോട് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പറയാം, നിങ്ങളുടെ ആ ഒരു സെക്ഷൽ വ്യൂസിനോട് എനിക്ക് ഒപ്പോസിഷനുണ്ട്, എനിക്കത് വിശ്വസിക്കാനും എനിക്കത് അക്സെപ്റ്റ് ചെയ്യാനും പാടുണ്ട്. നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ അത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കാനുള്ള റൈറ്റും എനിക്കുണ്ട്. പക്ഷേ അതിലൊരിക്കലും ഞാൻ നിങ്ങളെ ഹ്യൂമനായിട്ട് കാണാതിരിക്കത്തില്ല. അത് നിങ്ങളുടെ പ്രശ്നമാണെന്നോ നിങ്ങളുടെ വീട്ടുകാരുടെ പ്രശ്നമാണെന്നോ ഞാൻ പറയുന്നില്ല. അത് ഓരോരുത്തർക്കും ഓരോ ലീവ് ആൻഡ് ലെറ്റ് ലീവ് കൺസെപ്റ്റിലാണ് ഞാൻ നോക്കുന്നത്. എനിക്ക് അവർ ബൈസെക്ഷനാണെങ്കിലും ഹോമോസെക്ഷനാണെങ്കിലും എനിക്കൊന്നുമില്ല. എൻ്റെ കൂടെ നടക്കുന്നവർ അവരുടെ സെക്ഷുവാലിറ്റി നോക്കിയല്ലല്ലോ നമ്മൾ ഫ്രണ്ട്സ് ആക്കുന്നത്, അല്ലെങ്കിൽ അവരോട് നമ്മൾ സംസാരിക്കുന്നത് ഒരാളുടെയും സെക്ഷുവാലിറ്റി നോക്കിയല്ല. അതേസമയം എവിടെയെങ്കിലും ക്യാരക്ടറിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട്, നമ്മളോട് ടോക്സിക്കായിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ കൂടെ നിർത്തിയാൽ നമുക്ക് പണിയാണെന്ന് തോന്നുന്നവരെ നമ്മൾ ഉറപ്പായി മാറ്റി നിർത്തുക. അതുപോലെയല്ല സെക്ഷുവാലിറ്റി ബേസ് ചെയ്ത്, അല്ലെങ്കിൽ ഈ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അതുപോലെ തന്നെയാണ് സെക്ഷൽ ഡിസ്ക്രിമിനേഷൻ എനിക്ക് തോന്നുന്നു. കളർ ബേസിൽ നിങ്ങൾ കറുത്തതാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൂടെ നിർത്താതിരിക്കത്തില്ല, അതുപോലെ തന്നെയാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ റീസെൻ്റ് ആയിട്ടൊരു വീഡിയോ കണ്ടു, ഒരു കുട്ടി അമ്മയായിട്ടുള്ളൊരു കോൺവെർസേഷൻ. അന്ന് ഞാൻ നിനക്ക് അയച്ചു തന്നില്ലേ, കുട്ടി ഇങ്ങനെ ചോദിക്കുകയാണ്, ഡൗട്ട്സ് ചോദിക്കുകയാണ്. കാരണം അവൻ ആ വേൾഡിലേക്ക് വരുന്നതേ ഉള്ളൂ. ചോദിക്കുകയാണ്, അമ്മ ഗേളിനും കെട്ടാൻ പറ്റുമോ, അങ്ങനെയാണെങ്കിൽ ബോയ്ക്കും കെട്ടാൻ പറ്റുമോ. അപ്പം അമ്മ ഇതെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കെട്ടാൻ മോനെ അങ്ങനെ ചെയ്യാം, നോർമലി ബോയും ഗേളും അല്ലേ കെട്ടുന്നേ എന്നൊക്കെ. അതെ അങ്ങനെയാണ് അമ്മ, ഞാൻ വളർന്ന് വലുതാവുമ്പോൾ ഒരു ബോയിയെ കെട്ടിക്കോട്ടെ ചോദിക്കുമ്പോൾ അമ്മ പറയും ഓക്കെ നീ കെട്ടിക്കോ എന്ന് പറയും. അത് ആ കോൺവെർസേഷൻ തന്നെ ഭയങ്കര രസമാണ് കേട്ടിരിക്കാൻ. കുട്ടി ചോദിക്കുന്നതിന് അമ്മ ആൻസർ ചെയ്യും. പക്ഷെ അതിന്റെ കമന്റ് ബോക്സ് ഫുൾ അമ്മയ്ക്കുള്ള തെറിയാണ്. നിങ്ങളൊരു അമ്മ എന്ന രീതിയിൽ പരാജയപ്പെട്ടു, വൻ തോൽവിയാണ്. ശരിക്കും ആ കുട്ടിയുടെ സെക്ഷുവാലിറ്റി എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള പ്രായമായിട്ടില്ല. ഒന്നാമത്തെ കേസ്, അവൻ അതിനുള്ളൊരു എബിലിറ്റി ആയി എന്ന് എനിക്ക് തോന്നിയില്ല. അത്ര പ്രായമുള്ളൊരു കുട്ടിയാണെന്ന് എനിക്ക് തോന്നിയില്ല കണ്ടിട്ട്. പിന്നെ അവൻ ഡൗട്ട്സ് ആണ് ചോദിക്കുന്നത്. അവൻ കണ്ടു വളർന്നത് ആണും പെണ്ണും തമ്മിൽ കല്യാണം, അമ്മയും അച്ഛനും കല്യാണം കഴിച്ചേക്കുന്നതാണ് കണ്ടത്, അല്ലെങ്കിൽ അപ്പൂപ്പനും അമ്മൂമ്മയും കല്യാണം കഴിച്ചേക്കുന്നത്. അവിടെ നിന്ന് പെണ്ണിനും കല്യാണം കഴിക്കാം എന്നുള്ളൊരു സാധനം ടി വിയിലൂടെ തന്നെയാണ് അവൻ അറിഞ്ഞത്. അപ്പോൾ അവൻ ചോദിക്കുകയാണ് ഞാനൊരു ബോയിയെ കെട്ടിക്കോട്ടെ. അത് മേ ബി അവൻ്റെ സെക്ഷൽ ഡിഫൈൻ ചെയ്തതായിരിക്കില്ല, സെക്ഷുവാലിറ്റി ഡിഫൈൻ ചെയ്തതായിരിക്കില്ല. ചില കുട്ടികളുണ്ടല്ലോ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ പെൺകുട്ടികളുടെ അടുത്തിരിക്കില്ല. നമുക്ക് അങ്ങനത്തെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. LKG പഠിക്കുമ്പോഴാണെങ്കിൽ തോന്നുന്നു പെൺകുട്ടികളുടെ അടുത്തിരിക്കില്ല, അവൻ ആൺകുട്ടികളുടെ കൂടെ ഇരിക്കുള്ളൂ. അതിൻ്റെ അർത്ഥം അവൻ ഗേ ആയതുകൊണ്ടാണെന്നല്ല. ചിലർക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ വെച്ച് ക്ലാസ്സിലെ ഏതെങ്കിലും ഒരു കുട്ടി അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കാം. അവൻ നോക്കുമ്പോൾ കല്യാണം കഴിച്ചവരൊക്കെ എപ്പോഴും ഒരുമിച്ചുണ്ട്. ആ ഒരു ഇത് വെച്ചായിരിക്കും അവൻ ബോയെ കെട്ടിക്കോട്ടെ എന്ന് ചോദിച്ചത്. അപ്പം അതിൻ്റെ അടിയിൽ വന്നിട്ട് അല്ലാതെ അമ്മ എന്തായിരുന്നു പറയേണ്ടത്, ഒരിക്കലും പറ്റില്ല നിനക്ക് ബോയെ കെട്ടാൻ പറ്റില്ല എന്നല്ല, അവന് ആ നോളജാണ് കൊടുത്തത്, നിനക്ക് ബോയെ കെട്ടണോ കെട്ടാം. അത് അവനൊരു ഇൻഡിവിജ്വൽ സ്പേസ് അവൻ അപ്പോഴേ കൊടുക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഈ പറയുന്ന ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളുടെ ബോഡി ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു പീരീഡിൽ നമുക്ക് എന്താ ഇങ്ങനെ ഇത് നോർമലാണോ? ഇപ്പം നമ്മുടെ ബോഡി ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീമെയിൽ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് വരും, മെയിൽ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് വരും. ഇത് എൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ കൺഫ്യൂസ്ഡ് ആണ്. അപ്പം ഇതൊക്കെ എല്ലാവർക്കും നടക്കുന്ന കാര്യമാണോ, എനിക്ക് മാത്രമാണോ, ഇങ്ങനെയൊക്കെ എല്ലാവർക്കും ഉണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ മാർക്ക് നമ്മുടെ ഒരു ഏജിൽ വളരെ നോർമലായിട്ടുള്ള കാര്യം. അതിൽ നിന്ന് നമ്മുടെ സൊസൈറ്റി പഠിപ്പിക്കുകയാണ് അതെ, പെൺകുട്ടിയാണെങ്കിൽ നീ അട്രാക്റ്റഡ് ആവേണ്ടത് ആൺകുട്ടിയിലേക്കാണ് എന്ന് സൊസൈറ്റി പഠിപ്പിക്കുകയാണെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ ഉള്ളിലുള്ള നമ്മളുടെ തോട്ട്സാണ് നമ്മൾ വേറൊരാളിലേക്ക് അട്രാക്റ്റഡ് ആവുന്നത്. ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, പേരൻറ്റ് ചിൽഡ്രൻ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് തമ്മിലുള്ളതായിക്കോട്ടെ, ഞാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അതിനെ കാണുന്നത്. അതായത് നമ്മൾ ആസ് ഇൻഡിവിജ്വൽസ് നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിട്ടാണ് ഞാൻ ഓരോ റിലേഷൻഷിപ്പും കാണുന്നത്. അപ്പോൾ അഫ്കോഴ്സ് അതിനകത്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഡിവിജ്വൽ സ്പേസിൽ നിൽക്കുമ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ അതുപോലെ തന്നെ നമുക്ക് ഈ കാര്യങ്ങളെ, അതായത് ലെസ്ബിയൻ കപ്പിൾസ്, ഗേ കപ്പിൾസ്, ഇല്ലെങ്കിൽ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരെ നമ്മുടെ കൂടെ നിർത്തുന്നതിൽ ഇതൊരു പ്രശ്നമായിട്ടോ അവരെ അത് നോർമലായിട്ട് നമ്മളുടെ ഒപ്പമുള്ള ഒരാളായിട്ട് കാണുന്നതായിട്ട് ഈ കമൻറ്റ് സെക്ഷനിലൊക്കെ ഭയങ്കര ഇതായിട്ട് ഒപ്പോസ് ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന സൊല്യൂഷൻ ഇവരെ ഭൂമുഖത്തു നിന്ന് ഇറാഡിക്കേറ്റ് ചെയ്ത് കളയുക എന്നുള്ള സൊല്യൂഷനാണോ ഉദ്ദേശിക്കുന്നത്? അതെനിക്ക് മനസ്സിലാവുന്നില്ല. ദേ ആർ ഓൾസോ ഹ്യൂമൻ. അവരുടെ ഉള്ളിലെ ചേഞ്ചസ് ആണ് അവരെ നമ്മളിൽ നിന്ന് വ്യത്യസ്തരാക്കിയത്. അതിന് അർത്ഥം അവരെ മാറ്റി നിർത്തപ്പെടേണ്ട ആൾക്കാരാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഇവർ ഒരു
പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻസ് ഉണ്ടാക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അത് ഉറപ്പായിട്ടുണ്ട്. അതിനോട് ഞാൻ കംപ്ലീറ്റ്ലി അഗെയിൻസ്റ്റ് ആണ്. സിമ്പിൾ ആയിട്ട് പറയാം, ഞങ്ങളുടെയൊക്കെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ ആൺകുട്ടികൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ തൊട്ടടുത്തിരുന്ന പ്രായമായ വ്യക്തി, ആ വ്യക്തിയുടെ ടച്ചിങ്, ഇപ്പൊ നമ്മൾ പറയുമ്പോൾ എപ്പോഴും പെൺകുട്ടികൾക്കാണ് ഈ പറയുന്ന എക്സ്പീരിയൻസ് ഒക്കെ കൂടുതലും പെൺകുട്ടികൾക്കാണ് ഉണ്ടാവുന്നത്, ഇല്ലാന്നല്ല. അതേസമയം ഇത് ഫേസ് ചെയ്യുന്ന ആൺകുട്ടികളും ഉണ്ട്. അത് ഒരു ടൈമിൽ ഞാനത് കേൾക്കുമ്പോൾ എനിക്കത് ഭയങ്കര ഒരു പുതിയ കാര്യമായിട്ടാണ് ഞാൻ കേട്ടെ. അയ്യോ അങ്ങനെയോ എന്നുള്ള ഒരു സാധനം ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. പക്ഷെ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാർ നമ്മുടെ കൂടെ ഒരുപാട് പേരുണ്ട്. അതായത് അവർക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ട് എന്നുള്ളത് അവർക്ക് അവരുടെ ഫാമിലിയിൽ കാണിക്കാൻ പറ്റില്ല, അവരുടെ സൊസൈറ്റിയിൽ കാണിക്കാൻ പറ്റില്ല. അപ്പം ഇത് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അതെ ഞരമ്പന്മാര് പബ്ലിക്കില് ആൺപിള്ളേരെ പിടിക്കാൻ വരുന്ന ഞരമ്പന്മാര്, അപ്പൊ അത് വേറെ കാറ്റഗറിയാണ്. അത് ഈ പറയുന്ന പോലെ എന്താ പറയാ, പല പ്രശ്നമായിരിക്കും, അവരുടെ മെന്റൽ സ്റ്റെബിലിറ്റിയുടെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം അതിലേക്കൊക്കെ അവരെ ലീഡ് ചെയ്യുന്നത്. അതുപോലെ ജെൻഡർ, നമ്മൾ ഈ പറയുന്ന ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഒരു വളരെ റീസെൻ്റ് ആയിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ സെക്ഷുവാലിറ്റിയെക്കുറിച്ച് സംസാരിക്കുന്നത്. പക്ഷെ അതിന് മുമ്പ് വരെ നമ്മൾ എപ്പോഴും പറഞ്ഞിരുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ജെൻഡർ വൈസ് നമ്മളൊരു തേർഡ് ജെൻഡർ എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ആ ജെൻഡറിലുള്ള ആൾക്കാർ നമ്മൾ കാണുന്നത് ട്രെയിൻസിലാണ്. അത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. കാരണം ഇവര് നമ്മൾ സ്ത്രീകളോട് അവരങ്ങനെ ഇന്ററാക്ട് ചെയ്യാറില്ല. അതെ, അതായത് ഞാൻ ഇപ്പോൾ നോർത്തിലേക്കൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഈ പറയുന്ന പോലെ ഇവരിങ്ങനെ കയറും ഇറങ്ങും അങ്ങനെയുള്ള. പക്ഷേ നമ്മുടെ അടുത്ത് വരുമ്പോൾ ആസ് എ ഗേൾ അല്ലെങ്കിൽ ഒരു വുമൺ എന്നുള്ള ലെവലിൽ നമ്മുടെ അടുത്ത് വന്നിട്ട് അവർ ഭയങ്കരമായിട്ട് പേടിപ്പിക്കുക, ദേഷ്യം കാണിക്കുക. പ്ലസ് നമ്മുടെ കൂടെ ഇരിക്കുന്ന ഫ്രണ്ട്സ് ബോയ് അല്ലെങ്കിൽ മെന്നെന്നുള്ള ആൾക്കാരുടെ അടുത്ത് അവർ ഭയങ്കര സ്നേഹത്തോടെ ക്യാഷ് ചോദിക്കുന്നു, അവർക്ക് വേറെ രീതിയിലുള്ള പ്രവൃത്തികൾ കാണിക്കുന്നു, അങ്ങനെയൊക്കെ കാണിക്കുകയും ചെയ്യും. അപ്പം ഇവർ അഫ്കോഴ്സ് നമുക്കറിയാം അവർ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു ടൈമിൽ ഇവർക്ക് ഫുഡിന് പോലും ഒരു ഇത് കണ്ടുപിടിക്കാൻ പറ്റാതിരുന്ന സാഹചര്യത്തിലാണ് ഇവരിങ്ങനെയുള്ള പ്രവൃത്തികളിലേക്ക് ഇറങ്ങിയതും. അവരുടെ ജീവിതം മുമ്പോട്ട് ലീഡ് ചെയ്യണം, അവർക്കും അഫ്കോഴ്സ് എല്ലാ റൈറ്റ്സും ഉണ്ട് ജീവിക്കാൻ. പക്ഷെ അത് നോർമലായിട്ട് മറ്റുള്ളവരെ പോലെ ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റുന്നില്ല, അനുവദിക്കുന്നില്ല നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് വന്നപ്പോൾ അവരിങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ലീഡ് ചെയ്യപ്പെട്ടിരുന്നു. അതുപോലെ ചില ഗ്രൂപ്പ്സ്, ഇങ്ങനെയുള്ള ഗ്രൂപ്പ്സിന് നമ്മൾ സെക്സ് വർക്കേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. അത് നമ്മുടെ ടൗണിലൊക്കെ ഭയങ്കര കോമൺ ആണ്. ഇപ്പം ഞാനൊക്കെ ഇതിനെക്കുറിച്ചിട്ട് അറിയുമ്പോൾ കോട്ടയം ഡിസ്ട്രിക്റ്റിൽ അല്ലെങ്കിൽ കോട്ടയം ടൗൺ ഏരിയയിൽ ഇത്ര ബ്രോത്തൽസ് ഉണ്ട്. അത് ട്രാൻസ്ജെൻഡേഴ്സ് നടത്തുന്ന ബ്രോത്തൽസ് ഇത്ര എണ്ണം ഉണ്ടെന്നൊക്കെ ഉള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് കേൾക്കുമ്പോൾ നമുക്കൊക്കെ അത്ഭുതമായിട്ട് തോന്നും. കാരണം ഇത് നമ്മുടെ നാട്ടിലുണ്ട്, നമ്മൾ പലപ്പോഴും അത് അറിയുന്നില്ല. അവർക്ക് വേറൊരു വർക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു രീതിയിലേക്ക് പോകുമ്പോൾ അവർക്ക് വരുമാനം കണ്ടെത്തുക എന്ന് പറയുന്നതും ലൈഫ് ലീഡ് ചെയ്യുക, അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ ആവശ്യമാണ്. അതിനവർക്ക് ഈ അവരെ കുറ്റം പറയുന്നത് എപ്പോഴും അങ്ങനെയാണ്. ബ്രോത്തൽസ് നടക്കുമ്പോൾ എപ്പോഴും പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെയാണ് കുറ്റം പറയുന്നത്. അവിടെ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? മാർക്കറ്റിൽ അവർക്ക് വിലയുള്ളതുകൊണ്ടാണ് അവർക്ക് അവിടെ അത് നിലനിന്ന് പോകുന്നത്. അപ്പൊ അവർക്ക് ക്ലയൻസ് ഉണ്ട്. ക്ലയൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ അഫ്കോഴ്സ് നമുക്ക് അവർക്ക് ആസ് എ വർക്കർ എന്നുള്ള ലെവലിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. ക്ലയന്റ് ഉണ്ട്, ആവശ്യക്കാരുള്ളത് കൊണ്ട് അഫ്കോഴ്സ് അവർ നിലനിന്ന് പോകും. അപ്പോൾ എപ്പോഴും കുറ്റം വരുന്നത് ഇവർക്കാണ്. ഇവരെ സമീപിക്കുന്നവർക്ക് യാതൊരു പ്രശ്നമില്ല, അതേ മാന്യന്മാർ. അതെ, അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ 2019 തോന്നുന്നു നമ്മൾ കേരള ഗവൺമെൻറ്റിൻ്റെ ഇതിന് എന്തോ പോളിസീസ് 2015 ഒരു പോളിസിയൊക്കെ നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്നിരുന്നു. പിന്നെ അതുപോലെ കേരളത്തിൽ ഇതിൻ്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് വർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെക്നോ പാർക്കിലും അവിടെ മെട്രോസൊക്കെ വന്ന സമയത്തുമൊക്കെ ഇവരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അവർക്ക് വർക്ക് എന്നുള്ള ഒരു ലെവലിലേക്ക് പോയിരുന്നു. അതൊക്കെ റിസർവേഷൻസ് പ്രൊവൈഡ് ചെയ്തു. എന്തുകൊണ്ടാണ് റിസർവേഷൻ്റെ ആവശ്യം? കമ്മ്യൂണിറ്റിയിൽ കമ്മ്യൂണിറ്റിയിൽ മുന്നോക്കം നിൽക്കുന്ന ആൾക്കാരെ മുന്നോക്കം കൊണ്ടുവരാനായിട്ടാണ്. ഇങ്ങനെ ഒരു ഇത് കൊടുത്തില്ല, ഒരു റിസർവേഷൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവരൊരിക്കലും ഈ സമൂഹത്തിന്റെ മുൻപന്തിയിലേക്ക് എത്തത്തില്ല. അവർ ഈ ബ്രോത്തൽസിലും ഈ ട്രെയിനിലും കൈകൊട്ടി പാടാനും അതിന് അങ്ങനെ ഒരു മീൻസ് ഓഫ് ലൈഫേ അവർ ലീഡ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റത്തുള്ളൂ. സൊസൈറ്റി അതിനെ അനുവദിക്കത്തുള്ളൂ. ഇവരുടെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അഫ്കോഴ്സ് നമ്മളൊരു നിയമം, അതായത് ഇവർക്കും അവകാശമുണ്ട് എന്നുള്ളൊരു നിയമം നമ്മൾ പാസ്സാക്കി. പക്ഷേ ഈ സെക്ഷുവാലിറ്റി വൈസ് നമുക്കിപ്പോഴും മാരിറ്റൽ സ്റ്റാറ്റസ് ലീഗലൈസ് ചെയ്തിട്ടില്ല. അതായത് പല കോർട്ടുകളിലും കേസസ് വരുമ്പോൾ അത് അപ്രൂവ് ആയി പോവാറുണ്ട്. അതായത് ലെസ്ബിയൻ കപ്പിൾസിന്റെ മാരേജും പറഞ്ഞത്
ട്രാൻസ്ജെൻഡേഴ്സിന്റെ കാര്യമാണ്, അല്ല ലെസ്ബിയൻസും അവർക്ക് സെക്ഷുവാലിറ്റി വൈസ് റിസർവേഷൻ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദേ ആർ ഹ്യൂമൻസ്, അവർ സെക്ഷലി ഡിഫറെന്റ് ആണെന്ന് മാത്രം, അല്ലാതെ റിസർവേഷന്റെ ആവശ്യമില്ല. സെക്ഷുവാലിറ്റി ബേസ് ചെയ്തിട്ടുള്ള റൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ മാരേജ് ആക്ടിൽ ഇപ്പോൾ പലയിടത്തും ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ മാരീഡ് ആവും, ഡിവോഴ്സ്ഡ് ആവും, കാര്യങ്ങളാണ്. ഇത് ലീഗലൈസ് ചെയ്തിട്ടില്ല. പക്ഷേ കോർട്ടിൽ കേസ് വരുമ്പോൾ അഫ്കോഴ്സ് അതിൻ്റെ ബേസിലുള്ള എന്താ നമ്മുടെ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഡിവോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് പ്രൊവൈഡ് ചെയ്യാനൊക്കെ ചില കോർട്ടുകൾ കേസുകൾ എടുത്തിട്ടുണ്ട്. അല്ല, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ലീഗലി മാരീഡ് അല്ല എന്നുണ്ടെങ്കിൽ ലീഗലി ഡിവോഴ്സ്, അതായത് ചിലയിടത്ത് എങ്ങനെയാ അത് പറയാം, അതായത് കപ്പിൾസ് ഇവർക്ക് മാരേജ് വേണം എന്ന് ഡിമാൻഡ് ചെയ്യുമ്പോൾ ഇത് കോർട്ടിലേക്ക് പോവുകയും അതിനെ മാത്രം, അതായത് നമുക്കിപ്പോൾ ഹിന്ദു മാരേജ് ആക്ട് ഉണ്ട്, 2 ഹിന്ദുസ് തമ്മിൽ മാരേജ് നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഹിന്ദു മാരേജ് ആക്ടിൻ്റെ അണ്ടറിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അതാണ് മാരിറ്റൽ രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അത് ആസ് ലെസ്ബിയൻസ് നമുക്ക് ഗവൺമെൻറ് ഒരു നിയമമായിട്ട് വെച്ചിട്ടില്ല. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോർട്ടിനെ അപ്രോച്ച് ചെയ്യാം. അങ്ങനെ മാരീഡ് ആവുന്നവരുണ്ട്, ഡിവോഴ്സ് ചെയ്യുന്നവരുണ്ട്. ഇപ്പം ബാംഗ്ലൂരുള്ള ഒരു ഗേ കപ്പിൾ ഉണ്ടായിരുന്നു. അപ്പം ഇവർ കേരളത്തിലെ ഫസ്റ്റ് ഗേ മാരീഡ് ആയിട്ടുള്ള ഗേ കപ്പിൾ എന്നുള്ള ലെവലിൽ വന്ന ആൾക്കാരാണ്. ഇപ്പോൾ അവർ ഡിവോഴ്സ്ഡാണ്, മ്യൂച്വലി ഡിവോഴ്സ്ഡാണ് രണ്ടുപേരും. അപ്പം അന്ന് അയാളുടെ ഐഡൻറ്റിറ്റി ഗേ ആയിരുന്നു. ആ വ്യക്തി ഗേ ആയിട്ടാണ് വേറൊരു ഗേനെ മാരി ചെയ്തത്. ഇന്ന് അയാൾ ജീവിക്കുന്നത് സ്ട്രൈറ്റ് ആയിട്ടാണ്, അല്ല സ്ട്രൈറ്റ് സെക്ഷുവാലിറ്റി ട്രാൻസ് വുമൺ ആയി മാറി. അപ്പോൾ ഗേ എന്നുള്ള കൺസെപ്റ്റ് മാറി. ആളുടെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ആൾക്ക് കുട്ടി വേണം എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അത് എന്തൊക്കെയോ അതിൻ്റെ റീസൺസ് ഒക്കെ പുറത്തുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുട്ടി വേണം. അപ്പം ആളുടെ ബോഡിയിലേക്ക് ആൾ മെഡിസിൻസ് എടുത്തു തുടങ്ങി. വുമൺ എന്നുള്ളൊരു ലെവലിലുള്ള ട്രാൻസ്ഫോർമേഷൻസ് പുള്ളി ചെയ്തു തുടങ്ങി. അപ്പം ഗേ എന്നുള്ള ഐഡൻറ്റിറ്റി അവിടെ ഇപ്പം ഇല്ല, ഇപ്പം അത് ചേഞ്ചായി. മിക്ക ഹോമോസെക്ഷൽസിൻ്റെയും പ്രശ്നങ്ങൾ വരുമ്പോൾ ആൾക്കാരുടെ ഇടയിൽ ഒരു ഡിസ്കഷൻ പോയിന്റ് ആയിട്ട് വരുന്നത് ഈ കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു ടൈമിൽ അവരുടെ ഐഡൻറ്റിറ്റി അവർക്ക് അവരെ തന്നെ തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളൊരു സാധനമാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്. ഫസ്റ്റ് ടൈം പുള്ളി ഗേ ആണെന്ന് വിചാരിച്ചു, പിന്നെ പുള്ളി മനസ്സിലാക്കി പുള്ളി ഗേ അല്ല, ആണുങ്ങളോടുള്ള അട്രാക്ഷൻ പുള്ളി ഒരു വിമൻ ആണ് എന്നുള്ളൊരു സാധനം കൊണ്ടായിരിക്കാം ആണുങ്ങളോട് അട്രാക്റ്റ് ആവുന്നത്. അല്ലാതെ ഞാൻ ആണായതുകൊണ്ട് മറ്റൊരാണിനോട് അട്രാക്റ്റ് ആവുന്നതല്ല, എൻ്റെ ഉള്ളിലൊരു വിമൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ മറ്റൊരാണിനോട് അട്രാക്റ്റ് ആവുന്നത്. അത് തിരിച്ചറിയപ്പെടാൻ എടുത്തൊരു സമയമാണ്. പക്ഷേ നമ്മുടെ വെസ്റ്റേൺ കൾച്ചേഴ്സിൽ ഗേ കപ്പിൾസ് എന്ന് പറഞ്ഞാൽ പ്യുവർലി അവർ മാൻലി ആയിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. നമ്മുടെ ഒരുപാട് ഫേമസ് ആക്ടേഴ്സ് എല്ലാം ഗേ കപ്പിൾസ് ഉണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഹൗ ഐ മെറ്റ് യുവർ മദർ എന്ന് പറയുന്നതിൻ്റെ അകത്തൊരു ക്യാരക്ടർ ഉണ്ട്, അവൻ്റെ പേര് ഞാൻ മറന്നു, പുള്ളി ഗേ ആണ്. പിന്നെ നമ്മുടെ ഷെൽഡൻ, ബിഗ് ബാങ് തിയറിയിലെ ഷെൽഡൻ ഗേ ആണ്. ഇവരെല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാരീഡ് ലൈഫ് ലീഡ് ചെയ്ത്, ഈ ഞാൻ പറഞ്ഞ ഹൗ ഐ മെറ്റ് യുവർ മദറിലെ നടൻ അവർക്ക് 2 കുട്ടികളെന്തോ അവർക്കുണ്ട്. അങ്ങനെ വെസ്റ്റേൺ കൾച്ചറിൽ ഇത് ഭയങ്കര നോർമലാണ്. നമ്മുടെ നാട്ടിലും നോർമലാണ്. പക്ഷെ അതിൻ്റെ പ്രശ്നം വരുന്നത് ഒരു കാലം വരെ ജീവിച്ചു കഴിയുമ്പോൾ അവർക്ക് ആ ഒരു അവരുടെ ഉള്ളിലുള്ള ഒരു സ്ത്രീ എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്കൊരു ചേഞ്ച് ആഗ്രഹിക്കുന്നു. അപ്പം ജാസിയുടെ കാര്യം പറഞ്ഞപ്പോഴും ആ സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. ജാസി ആസ് എ ഗേ കപ്പിളായിട്ടാണ് ആദ്യം സ്ട്രെയിറ്റ് ആയിട്ട് മാരീഡ് ആയിരുന്നു, ഫാമിലി ഉണ്ടായിരുന്നു, കുട്ടി ഉണ്ടായിരുന്നു. അതിനുശേഷം അവർ ഡിവോഴ്സായി വേറൊരു ഗേയുമായി റിലേഷനിലായി. ഇപ്പോൾ ആ ഗേ റിലേഷൻഷിപ്പ് കണ്ടിന്യൂയിങ് ആണ്. പക്ഷെ സ്റ്റിൽ ആള് സ്ത്രീകളെ പോലെ ഡ്രസ്സ് ചെയ്യുക, ഫേഷ്യൽ ഹെയർസ് ഒക്കെ. അപ്പം ഇതെല്ലാം അവരുടെ കാര്യത്തിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യം, അല്ലെങ്കിൽ അത് തെറ്റാണ്, അങ്ങനെ ചേഞ്ച് വരുന്നത് കൊണ്ട് അത് ജഡ്ജ് ചെയ്യേണ്ട. നമ്മളിവരെ ജഡ്ജ് ചെയ്ത് ഒരു കാര്യം കൊണ്ടുവരുമ്പോൾ അവർക്ക് ഈ പറയുന്ന കോൺസെപ്റ്റ് ക്ലിയർ ആക്കാൻ പറ്റുന്നില്ല. അതൊരു വലിയ പ്രശ്നമാണ്. നമ്മൾ ജഡ്ജ്മെന്റൽ ആയിട്ടാണ് അവരെ കാണുന്നത്. ജഡ്ജ്മെന്റൽ നമ്മളുടെ വ്യൂസ്, തോട്ട്സ്. പോഡ്കാസ്റ്റ് ചെയ്തോണ്ടോ ഇതിനെപ്പറ്റി ഒരുപാട് പറഞ്ഞോണ്ടോ ഒരിക്കലും ഇതിലൊന്നും ഒരു മാറ്റവും വരാൻ പോകുന്നില്ല, അറിയാം. പക്ഷെ കുറച്ചു പേരെങ്കിലും ചിന്തിച്ചാലോ, നിങ്ങൾക്ക് ഒപ്പോസ് ചെയ്യാൻ ഡിസ്കഷൻ പോയിന്റ്സ് ആയിട്ട് വരുമ്പോൾ ആൾക്കാർക്ക് ഇപ്പോൾ കുട്ടികൾ അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നു എന്ന് പറയുന്നതിന് പകരം സാധാരണ മനുഷ്യർ
കോമൺ പീപ്പിൾസ് ഇതിനെക്കുറിച്ചിട്ടൊക്കെ ആലോചിച്ച് തുടങ്ങും. എന്താണിത്, ഇത് നോർമൽ ഒബ്വിയസ്ലി കുട്ടികൾ ഇൻഫ്ലുവൻസ് ആവുന്നല്ല, കുട്ടികൾ ക്യൂരിയസ് ആവും ഇതെന്താണെന്ന് അറിയാം. അത് ആ ഒരു പ്രായമാകുമ്പോഴത്തേക്കും ഏത് കുട്ടിയാണ് ചോദിക്കാത്തത്, അച്ഛനും അമ്മയ്ക്കും ഞാൻ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കാത്ത കുട്ടികളുണ്ടാവുമോ? ആ ഒരു ക്യൂരിയോസിറ്റിയാണ് എപ്പോഴും, ആ ഒരു ചൈൽഡ് ക്യൂരിയോസിറ്റി എപ്പോഴും ഉണ്ട്. പുതിയ കാര്യങ്ങളെപ്പറ്റി അറിയുമ്പോൾ അതെന്താണെന്ന് അറിയാനുള്ളൊരു, അതാണല്ലോ കുട്ടികൾ, എന്താണ് ഇവിടെ നടക്കുന്നത്, എന്താണ് അതെന്ന് ഞാൻ കണ്ടിട്ടില്ല. ഐഡന്റിറ്റി എനിക്ക് റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ഞാൻ ആരെ അപ്രോച്ച് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള നല്ല നല്ല ഇൻഫർമേഷൻസ് പാസ് ചെയ്യുക കുട്ടികൾ. അതായത് പേരൻറ്റിങ്, ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾ അങ്ങനെ ചോദിക്കുമ്പോൾ എന്ത് പറയണം എന്നറിയില്ല എന്നുണ്ടെങ്കിൽ അമ്മ പറയാം മോനെ, അല്ലെങ്കിൽ അച്ഛൻ പറയാം, അമ്മയ്ക്കും അതിനെപ്പറ്റി അറിയില്ല, ഞാൻ ആലോചിച്ചിട്ട് പറയാം എന്ന് പറയാം. ആരെങ്കിലും കൺസൾട്ട് ചെയ്തിട്ട് അതിനെപ്പറ്റി പറയാം. ഞാൻ പറയുന്നത് എന്താണ്, തെറ്റായി പോവോ, ബാഡായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആവുമോ എന്നൊക്കെ സംശയമുള്ളവരാണെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ കുട്ടികളോട് പറയാം, ഗേളിനും കേട്ടാം. ഈ അമ്മ പറഞ്ഞത് അത്ര മോശം കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല, ബോയ്ക്കും കേട്ടാം. അത് കോമൺലി സോഷ്യലി നടക്കുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും അവന് എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവും എന്നല്ല, എപ്പോഴെങ്കിലും അവന് ആ ഒരു തോട്ട്. ഒരുപാട് സൈക്കോളജിസ്റ്റ് ഇതിനെ പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യുന്നവരുണ്ട്. അവർ ഇൻഫർമേഷൻസ് കൊടുക്കുന്നതെല്ലാം തന്നെ, അല്ലെങ്കിൽ നോളജ് പാസ് ഓൺ ചെയ്യുന്നതെല്ലാം തന്നെ പോസിറ്റീവായിട്ടുള്ള നോളജ്. അതാണ് ചില ആൾക്കാർ, ചില സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഡോക്ടർ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാർ ബയോളജിക്കലി അതിനെ അപ്രോച്ച് ചെയ്യുന്നവർ വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചിലൂടെ ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതും കേട്ടിട്ടുണ്ട്. അതായത് നമ്മൾ പറയുന്ന ക്രോമസോംസ് പറയുമ്പോൾ XY ക്രോമസോംസിനെ കുറിച്ചിട്ടേ നമുക്കറിയുള്ളൂ, മെയിൽ ഫീമെയിൽ. തേർഡ് ജെൻഡർ വന്നപ്പോൾ നമ്മൾ പറയും എന്താ ഇതിൻ്റെ ഒരു ഫ്യൂഷൻ ആണെന്നുള്ള രീതിയിൽ. പക്ഷേ അതൊക്കെ DNA എന്നുള്ള കാര്യത്തിൽ വരുമ്പം ക്രോമസോംസിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ അതിലെല്ലാം ഡിഫറൻസ് ഉണ്ട്. നമ്മൾ അത്രത്തോളം ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോഴും നമ്മൾ അറിയാത്ത കുറേയധികം മേഖലകളുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. അപ്പോൾ ഈ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് നമ്മളൊരു ടൈമിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കാര്യമല്ല, നമ്മൾ ജനിക്കുമ്പോൾ തൊട്ടേ നമ്മുടെ ഉള്ളിലുള്ള കാര്യമായിട്ട് പറയുന്ന ആൾക്കാരും ഉണ്ട്. ചിലരതിനെ കംപ്ലീറ്റ് ആയിട്ട് ഒപ്പോസ് ചെയ്തിട്ട് ഈ പറയുന്ന ക്രോമസോം ബേസ് ചെയ്ത് മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്താണ് നമ്മളുടെ ലൈഫ് പോകുന്നത് എന്ന് വിശ്വസിക്കുന്നവരും ഉണ്ട്. അതൊന്നും മോശം കാര്യമല്ല. കുറച്ചുകൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒപ്പോസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവരോട് കുറച്ചുകൂടെ ഹ്യൂമൻ ആയിട്ട് ബിഹേവ് ചെയ്യുക. നിങ്ങൾ ഒപ്പോസ് ചെയ്തോ, അവരുടെ വ്യൂസിനോട് ഒപ്പോസ് ചെയ്തോ, അതൊരു ഒപ്പീനിയനാണ്. ഞാൻ ഇത് തന്നെയാണ് അത് തൊട്ട് പറയുന്നത്. ഒപ്പോസ് ചെയ്യുന്നതിനെ നമ്മൾ ഒപ്പോസ് ചെയ്യുന്നില്ല, നിങ്ങൾ അതുകൊണ്ട് നാരോ മൈൻഡഡ് ആൾക്കാരും ആവുന്നില്ല. നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാവർക്കും എല്ലാം അക്സെപ്റ്റ് ചെയ്യണമെന്നില്ലല്ലോ. അതെ, ഇത് ജനറലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മൂവീസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. അതിനെ ഒപ്പോസ് ചെയ്യുന്നവരുണ്ട്. മമ്മൂട്ടി ആ ഒരു ഫിലിമിൽ അഭിനയിച്ചു എന്നും പറഞ്ഞുകൊണ്ട് പുള്ളിയെ തെറി പറഞ്ഞവരുണ്ട്, പുള്ളിക്കെതിരെ സംസാരിച്ചവരൊക്കെ ഒരുപാടുണ്ട്. ഒപ്പോസ് ചെയ്യാം, പക്ഷെ ഒരിക്കലും ബേസിൽ ജോസഫിന്റെ മൂവി അതേതാ, അതില് ഈ ലെസ്ബിയൻ എന്നുള്ള കൺസെപ്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ സ്വന്തം പേരൻസ് തന്നെ, നമ്മൾ ഈയിടെ ഇറങ്ങിയ മകളെ വിളിച്ചു വരുത്തി, നസ്രിയയുടെ സൂക്ഷ്മദർശിനി, അതിനകത്ത് ലെസ്ബിയൻ ഓണർ കില്ലിംഗ് കൺസെപ്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ സ്വന്തം അമ്മ തന്നെ മകളെ വിളിച്ചു വരുത്തി. അതെ, ഓണർ കില്ലിംഗ്. അതൊക്കെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് അറിയത്തില്ല. സമൂഹത്തിൽ നിന്ന് ഇവരെ തുടച്ചു നീക്കണം, പൂർണ്ണമായും ഇവരെ തുടച്ചു നീക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരു സമൂഹം ഇതുണ്ടായി വരും. നിങ്ങൾ എത്ര പേരെ തുടച്ചു നീക്കിക്കൊണ്ടിരിക്കും? അപ്പോൾ അതല്ല അതിനൊരു സൊല്യൂഷൻ. അവരും ജീവിക്കട്ടെ, നമ്മുടെ ഇടയിൽ അവരും ജീവിക്കട്ടെ, അവർ നമുക്കൊരു ഉപദ്രവവും ഉണ്ടാക്കാതെ കാലഘട്ടം വരെ ഇത് തുറന്നു പറയാൻ പറ്റാതിരുന്നവർക്ക് ഇന്നത് തുറന്നു പറയാനും ഞാനും നിങ്ങളെപ്പോലെ ഒരാളാണ് എന്ന് സ്റ്റേറ്റ് ചെയ്ത് ഇവിടെ അവരുടെ എല്ലാ റൈറ്റ്സും ഹോൾഡ് ചെയ്ത് ജീവിക്കാനുള്ള അവകാശമുള്ള ഒരു ഇതിലേക്ക്, സ്പേസിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. അത് ബാക്കിയുള്ള കോമൺ പീപ്പിൾസ് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അല്ലാതെ അവരെ മാറ്റി നിർത്തണം, അവരെ നമ്മുടെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ള ഒരു ക്യാരക്ടർ ബേസ്ഡ് ആണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയില്ല. കാരണം അഖിൽ മാരാറിൻ്റെ ഒക്കെ ബിഗ് ബോസ് സീസണിൽ വന്ന ട്രാൻസ്ജെൻഡർ, അവരുടെ പേര് നാദ്രയെ സമൂഹം അംഗീകരിച്ചിരുന്നു. കാരണം നാദ്രയുടെ ക്യാരക്ടർ, നാദ്ര ഒരു എന്താ പറയുന്നത്, റെസ്പെക്റ്റബിൾ ക്യാരക്ടറായിരുന്നു, അല്ലെങ്കിൽ ഒരു ഫണ്ണി ക്യാരക്ടറായിരുന്നു. നാദ്രയെ അംഗീകരിച്ച സമൂഹം അടുത്ത സീസണിൽ വന്ന മറ്റേ അവരേതാ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണിയെ അംഗീകരിച്ചിരുന്നില്ല. അപ്പോൾ ഇറ്റ്സ് ഓൾവേസ് ക്യാരക്ടർ ബേസ്ഡ്. നല്ല സ്വഭാവമാണെങ്കിൽ നമ്മൾ നല്ലവരെ അംഗീകരിക്കും. ജാൻമണിയുടെ സ്വഭാവം ചീത്തയാണെന്നല്ല പറഞ്ഞത്, പക്ഷെ നമ്മൾ മലയാളികൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു സ്വഭാവമായിരുന്നു. അവരുടെ കൾച്ചർ ഡിഫറെൻ്റ് ആണ്. അവർ പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് ചിലപ്പോൾ നമ്മളുടെ ആ ഒരു ഇതുമായിട്ട് സിങ്ക് ആകുന്നില്ല. പക്ഷെ നാദ്ര എന്ന് പറയുന്ന ആള് ഇപ്പം ഞാൻ പറയാം, അവർക്കൊരു സ്പേസ് കിട്ടുക എന്ന് പറയും. ഇപ്പം നാദ്രയെ ഫൈനലിസ്റ്റിൽ വരണം, അല്ലെങ്കിൽ നാദ്രയെ സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പം ഒരുപാട് പേരുണ്ടായിരുന്നു. നാദ്രയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു
ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവരുടെ കമ്മ്യൂണിറ്റി മാത്രമല്ല, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമല്ല നാദ്രയെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടായിരുന്നു. അപ്പൊ ഈ എപ്പോഴും ഈ അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഒരാളുടെ സ്വഭാവം ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് അയാളെ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് മാറ്റി നിർത്താം. പക്ഷെ അയാളുടെ ജെൻഡർ വേറെയാണ്, അയാളുടെ സെക്ഷുവാലിറ്റി വേറെയാണെന്നും പറഞ്ഞ് മാറ്റി നിർത്താൻ പറ്റില്ല. നാദ്ര അതിനൊരു വലിയ എക്സാമ്പിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒബ്വിയസ്ലി ബിഗ് ബോസ്, അത് നമ്മൾ ബിഗ് ബോസിനെ കുറിച്ച് സംസാരിക്കുമ്പം ഇവര് തന്നെ ആദ്യം തൊട്ട് ഫസ്റ്റ് സീസൺ ഇപ്പൊ ഈ ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്യുന്ന സീസൺ തൊട്ടിട്ട് ഇവർ പറയും, ഞങ്ങളുടെ കമ്മ്യൂണിറ്റീനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ വരുന്നത്, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വോയിസ്ലെസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വോയിസ് ആവുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം എന്ന് അവർ ക്ലിയർ ആക്കിയിട്ടാണ് അവർ ആ സീസണിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഈ സീസണിൽ വന്ന അതിലെ നൂറെ അവരുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, അവരുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒന്നും പറയുന്നില്ല എന്നൊക്കെ കുറെ ഇത് വന്നു. അവരെന്താണ് അവരുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പ്രത്യേകം പറയുന്നത്? അവർ ജീവിച്ച് കാണിക്കുകയാണ് അവരുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി. അതായത് ഇങ്ങനെയാണ് ആൾക്കാർ, അവർ തികച്ചും നോർമലായ മനുഷ്യരാണ്, അതിൽ നിങ്ങൾക്ക് ക്രിഞ്ച് അടിക്കാനായിട്ടൊന്നുമില്ല. അവരുടെ സെക്ഷൽ ലൈഫ് ഈസ് ഒബ്വിയസ്ലി അവരുടെ പേഴ്സണൽ കാര്യമാണ്. അതിൽ കണ്ടോണ്ട് നിൽക്കുന്ന നമുക്ക് ക്രിഞ്ച് അടിക്കാനും. നമ്മുടെ ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് സീസണിൽ ഒരു എന്താ ഈ പറയുന്ന സെക്ഷുവാലിറ്റി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ്, ഇവർ രണ്ടുപേരും മാത്രമല്ല വേറെയും ആൾക്കാരുണ്ട്. ഇവരെല്ലാം ഡിസ്കഷൻ പോയിന്റ്സിലേക്ക് എത്താത്തതിന് കാരണം ഇവർ ആസ് കപ്പിൾസ് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഒരു ടെലിവിഷൻ ഷോയിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ കുറച്ചുകൂടെ ഡിസ്കസ്ഡ് ആവുന്നു. ബാക്കിയുള്ളവർ ഇതിനു മുമ്പുള്ള സീസൺസിലൊക്കെ ഈ പറയുന്ന സെക്ഷുവാലിറ്റി ഡിസ്ക്ലോസ് ചെയ്യാത്ത ആൾക്കാരുണ്ട്, സെക്ഷുവാലിറ്റി ഡിസ്ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തവരുമുണ്ട്. അപ്പം അതെല്ലാം നമ്മളിങ്ങനെ പയ്യെ പയ്യെ ആൾക്കാരെ കൂടുതൽ മനസ്സിലാക്കുന്ന സാധനം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന സെയിം സാധനം തന്നെയാണ്. സൊസൈറ്റിയുടെ ഒരു ഡെപിക്ഷനാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. അതിൻ്റെ അനിവാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ സൊസൈറ്റിയിൽ പറയാൻ മടിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ തുറന്ന് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഉറപ്പായും ഒരു മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ മാത്രമേ ഇത്രയും വലിയൊരു ചർച്ചയാകാനും കമ്മ്യൂണിറ്റിക്ക് ഇത്രയും സപ്പോർട്ട് എടുക്കാനും ഒപ്പോസ് ചെയ്യാൻ ഇത്രയും ആൾക്കാരുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു മീഡിയ പ്ലാറ്റ്ഫോമിന് മാത്രമേ പറ്റുള്ളൂ. ബിഗ് ബോസിൻ്റെ ഒരു ഉദ്ദേശം തന്നെ അതാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊരു സ്ഥിരം വ്യൂവർ അല്ല ബിഗ് ബോസിൻ്റെ, ഈ റീൽസും ഇതുമെല്ലാം. അതെ, പണ്ടെന്ന് പറഞ്ഞാൽ 2 വ്യൂവേഴ്സാണ് ഉള്ളത്. ഒന്ന് ബിഗ് ബോസ് കാണണം എന്ന് ആഗ്രഹിച്ച് കാണുന്നവരും പിന്നെ ബിഗ് ബോസ് കാണാത്തവരും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഗ്രൂപ്പാണ് ഉള്ളത്. കാണണം എന്ന് ആഗ്രഹിച്ച് കാണുന്നവർ, കാണണം എന്ന് ആഗ്രഹമില്ല എന്നാലും അവോയ്ഡ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ റീലായിട്ട് വരും, നമ്മളത് കാണും. പിന്നെ കണ്ട് പയ്യെ അടുത്തത് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ പല ഗ്രൂപ്പ്സായി ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന സെക്ഷുവാലിറ്റിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മുടെ ഒപ്പീനിയൻസ് എത്ര ഷെയർ ചെയ്തു എന്ന് പറഞ്ഞാലും ഈ ജനറലൈസ് ചെയ്യുക, നോർമലൈസ് ചെയ്യുക, തിങ്കിങ് അല്ലെങ്കിൽ ആരുടെ ഒപ്പീനിയൻ മാറ്റാനൊന്നുമല്ല. ജസ്റ്റ് ബി ഹ്യൂമൻ. അവരും ഹ്യൂമൻസ് ആണെന്ന് ജസ്റ്റ് കൺസിഡർ ചെയ്യുക. അവരെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കുന്നതല്ല നമുക്കുള്ള സൊല്യൂഷൻ. അത് അവർക്കുണ്ടാവുന്ന ബയോളജിക്കൽ ചേഞ്ചസ് ആണ്, അതിനെ അക്സെപ്റ്റ് ചെയ്യുക. അത് അവരുടെ ലൈഫാണ്. നമുക്ക് ജീവിക്കാൻ വളർന്നു വരുന്ന തലമുറയും നമ്മൾ കൺഫ്യൂസ്ഡ് ആക്കാതിരിക്കുക. നമുക്കുള്ള കൺഫ്യൂഷൻസ് നമ്മൾ അവരിലേക്ക് പാസ് ഓൺ ചെയ്യാതെ ജെന്യുവൻ ആയിട്ടുള്ള റീസൺസ് കൊടുത്ത്, വാലിഡ് ആയിട്ടുള്ള റീസൺസ് കൊടുത്തിട്ട് അവരെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവരെയും കൂടെ മോൾഡ് ചെയ്യുക. അതായത് അവർക്ക് വരുന്ന ചേഞ്ചസ് എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മളും കൂടെ ഹെൽപ്പ് ചെയ്യുക. കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ, അതായത് ചൈൽഡ്ഹുഡ് മാത്രമല്ല, നമ്മളിപ്പോൾ കേട്ടതിൽ വെച്ച് ഗേ ആണെന്ന് കരുതി കല്യാണം കഴിച്ച് അവിടെ നിന്ന് കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലേക്ക് മാറിയ ആൾക്കാർ ആ പ്രായത്തിലും ഉണ്ട്. അതെ, ഈ പ്രായം എന്ന് പറയുന്നത് ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഇപ്പം നമ്മൾ ഒരു ടൈമിൽ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻസ് തോന്നുന്ന രീതിയിൽ ചിലരുടെ തോട്ട്സ് പോകുന്നത് നമുക്കറിയാം. ആ പ്രായം മുമ്പോട്ട് പോകുമ്പോൾ നമ്മളുടെ ഐഡൻറ്റിറ്റി നമ്മൾ റിവീൽ ചെയ്യാൻ വീണ്ടും മടിക്കുകയാണ്. അപ്പം എന്താ പറയുക, നമ്മളൊരു ഐഡൻറ്റിറ്റി, ഇപ്പം ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പം ഞാൻ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഐഡൻറ്റിഫൈഡ് ആയിട്ട് കാണുന്നത് ഞാനൊരു വുമൺ അല്ലെങ്കിൽ ഷീ എന്നുള്ള റെപ്രസെൻറ്റേഷനിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇവർ എന്നുള്ള ടേംസിനെ കുറിച്ചിട്ട് പറയുക. പക്ഷേ അങ്ങനെ അല്ലാത്ത ആൾക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തിലും ഈ പറയുന്ന ഐഡൻറ്റിറ്റി ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന, ഇപ്പം ഞങ്ങളുടെ ഏജിലും കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ കൺഫ്യൂഷൻ വരുമ്പോൾ എവിടെ അപ്രോച്ച് ചെയ്യണം, ആരോട് ചോദിക്കണം, ആരോട് ഇത് തുറന്ന് പറയണം, ആ ഒരു കോൺഫിഡൻസ് ആണ് പേരൻസിന് കൊടുക്കാൻ പറ്റുന്നത്. അല്ലാതെ നമ്മുടെ വളർത്തുദോഷം കൊണ്ടല്ല ഒരിക്കലും ഒരു കുട്ടിയും അല്ലെങ്കിൽ ഒരാണും ഒരു പെണ്ണും ബയോളജിക്കലി ഈ ഒരു കമ്മ്യൂണിറ്റിയിലായി പോകുന്നത്. അത് ബയോളജിക്കൽ ചേഞ്ചസ് ആണ്, ബോഡിയുടെ ചേഞ്ചസ് ആണ്. ഇതിനു മുമ്പ് എപ്പോഴും ആരോടൊക്കെ ഇങ്ങനെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ഈ ആക്സെപ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ കാര്യത്തിലും ചേഞ്ചസ് കൊണ്ടുവരണം അല്ലേ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈവൻ ക്ലോത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ സ്ത്രീകൾക്ക് ഇല്ലെങ്കിൽ പുരുഷന്മാർക്കുള്ള ക്ലോത്തിങ്സ് ഉള്ളൂ. ഈ പറയുന്ന തേർഡ് ജെൻഡർ എന്നുള്ള കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലോത്തിങ് എന്നുള്ളൊരു ലെവലില്ല. ഡ്രസ്സപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ബോഡി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ്.
അപ്പോൾ ആ ഒരു കൺസെപ്റ്റിന് പറ്റുന്ന രീതിയിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലോത്തിങ്സ് ഇപ്പം അതിനെക്കുറിച്ചിട്ടൊക്കെ ചിന്തിച്ചു വരുമോ, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ അങ്ങനെയുള്ള ചേഞ്ചസ് ഒക്കെ വരും? അതെന്ത് ചേഞ്ചാന്ന് എനിക്ക് മനസ്സിലായില്ല. ലെഗിൻസ് അതെ, പെൺകുട്ടികൾ ഇപ്പോൾ ലെഗിൻസ് ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെഗിൻസ് എന്നുള്ളതിൽ നമുക്ക് വേറെ ട്രാൻസ് ആയിട്ട് വരുമ്പോൾ അവർക്ക് ചെയ്യാത്തവർക്ക് പിന്നെ അതുപോലെ ഇപ്പം ബ്രസ്റ്റ് സൈസ് ലൂസായിട്ട് ബ്രസ്റ്റ് സൈസ് ഒക്കെ ഉള്ളവര് പിന്നെ ഒബ്വിയസ്ലി അവർക്ക് മാൻ ബോഡിയാണ്, ഷോൾഡർ വിങ്സ്. അതായത് നമ്മളിപ്പം മെയിൽ ഫീമെയിൽ കൺസെപ്റ്റിൽ നമ്മൾ പല ക്ലോത്തിങ്സും ഉണ്ട്, പക്ഷെ ട്രാൻസിന് പറ്റുന്ന രീതിയിലൊക്കെ ക്ലോത്തിങ് ഒക്കെ വരികയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ബാത്റൂം അതൊരു വലിയ ഇഷ്യൂ തന്നെയാണ് അവർക്ക്. കാരണം മെൻ വിമൻ ഉണ്ട്. മെന്നിൽ കയറിയാൽ അവർക്ക് പാടാണ്, വിമനിൽ കയറിയാൽ പെണ്ണുങ്ങൾ സീനാക്കും. ആ സീനാക്കും എന്നുള്ള കാര്യത്തിൽ പ്രശ്നം വരുന്നത് എങ്ങനെയാ? അത് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ബാത്റൂമിൽ ഒരു ട്രാൻസ്ജെൻഡർ, അല്ലെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ജനറൽ ന്യൂട്രൽ ടോയ്ലറ്റ്സ് വരണം. അതായത് വുമണിനും ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഹൈജീനിക്കലി എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ആണുങ്ങൾ നിന്ന് മുള്ളും അവിടെ മുഴുവൻ, നമ്മളതിൽ ഇരുന്ന് മുള്ളണം. ഒന്നോ നമുക്ക് പറ്റത്തില്ല. അതെ, ജനറൽ ന്യൂട്രൽ പറയുമ്പോഴേ നമ്മൾ ഇൻക്ലൂസിവിറ്റി കാണണം അല്ലേ, ഇൻക്ലൂസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ തേർഡ് ഒരു ക്ലീൻ ടോയ്ലറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. അതിപ്പോൾ ഏത് ടോയ്ലറ്റ്, ഇപ്പോൾ സ്ത്രീകൾ യൂസ് ചെയ്യുന്ന ടോയ്ലറ്റ്സ് ആണെങ്കിലും ഭയങ്കര സ്മെല്ലി ആയിട്ട് ഭയങ്കര പ്രശ്നമാണ്. കുഴപ്പമില്ല. ഒരു തവണ ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരാൾ ലേഡീസ് ടോയ്ലറ്റ് യൂസ് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര വിഷയം ഉണ്ടാക്കിയത് ഒരു പുള്ളിക്കാരി. എൻ്റെ മകള് കയറുന്നതാണ്, നിങ്ങൾ എന്തിനാ അതിൻ്റെ അകത്ത് കയറി എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര വിഷയമാക്കിയിട്ടുണ്ട്. നമ്മൾ ഓക്കെ, പണ്ട് കണ്ടിരുന്ന സിനിമകൾ ചാന്തുപൊട്ട്, അതിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് സൊസൈറ്റിയെ സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷനായിരുന്നു. ഒബ്വിയസ്ലി ഇപ്പോഴും അങ്ങനെയുള്ള ആൾക്കാരെ ചാന്തുപൊട്ടെന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ അതില് അവസാനം ദിലീപ് ഒരു ട്രാൻസ് അല്ല, അതെ, ട്രാൻസ് ആയിട്ട് കാണിക്കുന്നില്ല. അതിൽ അവനിൽ എന്തൊക്കെയോ ചേഞ്ചസ് ഉണ്ടായിരുന്നു, അതൊക്കെ തെറ്റാണെന്ന് മനസ്സിലാക്കി അവൻ പുരുഷനായി മാറുന്നതായിട്ടൊക്കെയാണ് അതിൽ കാണിക്കുന്നത്. പിന്നെ അഫ്കോഴ്സ് ചൈൽഡ് റെയറിങ് എന്നുള്ളൊരു ഇതിലേക്ക് വന്നപ്പോൾ ആണ് പെണ്ണ് എന്നുള്ളതിലേക്ക് അവർ കൺക്ലൂഡ് ചെയ്യുകയും കൂടെ ചെയ്തു. അവിടെ സെക്ഷുവാലിറ്റി ഇല്ല, സെക്ഷുവാലിറ്റിയെ പറ്റി പറയുന്നില്ല. കാരണം അവൻ അട്രാക്റ്റഡ് ആവുന്നത് വിമനിലാണ്. അപ്പം അതിൽ നിന്ന് ചേഞ്ചായി, അതിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ ലീവ് ആൻഡ് ലെറ്റ് ലീവ് കൺസെപ്റ്റിൽ ജീവിക്കുന്നവരാണ്. അവർക്ക് അവരുടെ ജീവിതം, നമുക്ക് നമ്മുടെ ജീവിതം. അവർ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ ജീവിക്കുന്നിടത്തോളം കാലം ഒരു പ്രശ്നവുമില്ല. നമ്മൾ ട്രെയിനിലുള്ളവരെ ഒപ്പോസ് ചെയ്യുന്നതിൻ്റെ റീസൺ അത് നമുക്ക് ഇറിറ്റേഷനാണ്. അവർ വന്നിട്ട് നമ്മുടെ കേരളത്തിൽ അത്രയ്ക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വലിയ ഇഷ്യൂ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയത്തില്ല. നോർത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വൻ വിഷയമാണ്. നമ്മളെ വന്ന് ടച്ച് ചെയ്യും. നമ്മളിപ്പോൾ ഒരു ആണിൻ്റെ കൂടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടെ ഇരിക്കുന്ന ഫ്രണ്ട് ആവാം, നമ്മുടെ ഹസ്ബൻഡ് ആവാം, ബോയ് ഫ്രണ്ട് ആവാം, ആരായാലും അവരത് ട്രിഗർ ചെയ്യും. അവരതിന് നമ്മൾ അവരുടെ അടുത്തിരുന്നു എന്നുള്ളൊരു സാധനം ട്രിഗർ ചെയ്ത് നമ്മളെ തെറി പറയും. ആൺപിള്ളേരെ വന്നിങ്ങനെ തൊടും. അതൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. നമ്മളെ വഴിയെ പോകുന്ന ഒരുത്തം ചുമ്മാ വന്ന് തൊട്ടാൽ നമുക്ക് സഹിക്കും. അതുപോലെ തന്നെയാണ് നേരെ തിരിച്ചും. അപ്പം ഇതൊക്കെ നമ്മൾ ഒപ്പോസ് ചെയ്യേണ്ടതാണ്. അതായത് നമ്മളെ ഉപദ്രവിക്കുന്ന കാര്യങ്ങൾക്ക് നമുക്ക് ഒപ്പോസ് ചെയ്യാം. ഒരു ഉപദ്രവവും ഇല്ലാതെ അവരവരുടെ ജീവിതം ജീവിക്കുന്നു, സ്വന്തമായി പണിയെടുത്ത് ജീവിക്കുന്നു, ഒരു പണിയില്ലാതെ ജീവിക്കുന്നു എന്നൊക്കെയാണ് ആ പെണ്ണ് ലക്ഷ്മി അവള് ഇതിൽ പറഞ്ഞത്. അങ്ങനെയൊന്നുമല്ല, അവർ രണ്ടുപേരും വിപ്രോയിലും കണ്ട് വർക്ക് ചെയ്യാം, നല്ല ജോലിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അവരുടെ വ്യൂസിനോട് ഒപ്പോസ് ചെയ്യാം. എനിക്ക് നിങ്ങളുടെ വ്യൂസ് താല്പര്യമില്ല, പക്ഷേ എൻ്റെ വ്യൂ അല്ല അവരുടെ ലൈഫ്. അതെ, നമ്മൾ ചേഞ്ചസ് കാണുന്ന പോലെ നമ്മളുടെ ലീഗലൈസ് ചെയ്തും പല ചേഞ്ചസും വന്നു കഴിയുമ്പം പുതിയ പോളിസീസും കാര്യങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ ഇവർക്ക് വേണ്ടിയിട്ട് കൂടെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടെയൊക്കെ മാറ്റങ്ങൾ വരും ജനറേഷനിൽ മാറും എന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. നമ്മുടെ ജനറേഷനിൽ ഇതിനെ ഒപ്പോസ് ചെയ്ത് ഭയങ്കര വൾഗറായി സംസാരിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. വൾഗറാക്കണ്ട, നിങ്ങൾക്ക് ഒപ്പോസ് ചെയ്യാം, താല്പര്യമില്ലെന്ന് പറയാം. അതിനവരുടെ വീട്ടിൽ ഇരിക്കുന്നവരെ, നാട്ടിലുള്ളവരെയും തന്തയ്ക്കും തള്ളയ്ക്കും തള്ളയുടെ തള്ളയ്ക്കും മുത്തിക്കും ഒന്നും തെറി പറയേണ്ട കാര്യമില്ല. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ കൺസെപ്റ്റ്. അങ്ങനെ ഒരു LGBTQ കമ്മ്യൂണിറ്റി ഡിസ്കഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പോയിന്റ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ റിയലായിട്ട് വരുന്നത് ചിലപ്പോൾ ഒപ്പോസിഷനെ പറ്റി പറയുന്നതായിരിക്കാം, ചിലപ്പോൾ അക്സെപ്റ്റൻസിനെ പറ്റി പറയുന്നതായിരിക്കാം. അക്സെപ്റ്റൻസ് പറയുമ്പോൾ ട്രിഗർ ആവാതെ വീഡിയോ ഫുള്ള് സാധനം അതാണ്. ഫുള്ള്
പ്രശ്നങ്ങളാണ്. കാരണം രണ്ട് വ്യൂസ് ആണ് നമ്മൾ അതിലിട്ടത്. ഒന്ന് അതിനെ ഒപ്പോസ് ചെയ്ത് പറയുന്നതും ഒന്ന് അതിനെ അക്സെപ്റ്റ് ചെയ്ത് പറയുന്നത്. ഒബ്വിയസ്ലി ആ ഒരു ഹാഫ് ആൻ അവർ പോഡ്കാസ്റ്റ് ഫുള്ള് നമ്മൾ റിസർവേഷൻ എന്തിനാണ്, റിസർവേഷനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചത്. ഒരു കാര്യം ഞാൻ പറഞ്ഞതാണ്, റിസർവേഷനെതിരെ ഞാൻ പറഞ്ഞ ഒരേ ഒരു കാര്യം അതാണ്, അത് ട്രിഗർ ചെയ്തു. റിസർവേഷനെ സപ്പോർട്ട് ചെയ്തു എന്നും പറഞ്ഞ് വേറെ കുറച്ച് ആൾക്കാർ വന്നു, റിസർവേഷൻ എന്തിനാണെന്ന് നീയൊക്കെ ആദ്യം പോയി പഠിക്കുക. ഈ ഒരു 30 മിനിറ്റ്സ് സാധനത്തിലെ 1 സെക്കൻഡ്, ഒരു 30 സെക്കൻഡ് റീല് കണ്ടിട്ടാണ് ട്രിഗർ ആവുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ഇതിനും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരും, നമ്മളത് മൈൻഡ് ചെയ്യുന്നില്ല. വീഡിയോ ഫുള്ളായിട്ട് കാണുക, നിങ്ങൾക്ക് പറയാനുള്ള ഒപ്പീനിയൻസ് പറയുക, ടോപ്പിക്സ് ഏതെങ്കിലും ഞങ്ങൾ ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പറയുക. കുറേ പേര് പറഞ്ഞു നിങ്ങൾ സീരിയസ് ആയിട്ടിരുന്ന് സംസാരിക്കാതെ നിങ്ങൾ ഫൺ ടോപ്പിക്സ് എടുക്കാനൊക്കെ പറഞ്ഞു. ഫൺ ടോപ്പിക്സ് വരുന്നുണ്ട്, നിങ്ങൾക്ക് പറയാം. ഫൺ ടോപ്പിക്സ് എടുക്കണമെങ്കിൽ അതും പറയാം. ഫൺ ടോപ്പിക്സ് എന്താ പറയേണ്ടത്, ഈ കാര്യമായിട്ടുള്ള എന്തെങ്കിലും കണ്ടന്റുകൾ നിങ്ങൾ ഞങ്ങൾക്ക് ഫണ്ണി ആയിട്ട് ആയിരിക്കും. ഇതൊക്കെ ഫണ്ണി ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലൈഫിൽ സീരിയസ് ആയിട്ടുള്ള ആളും ഗൗരി ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള അതിവിടെ എല്ലാവർക്കും ഞാൻ ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ആളാണ്. ഓക്കെ, അപ്പം നമുക്ക് അടുത്തൊരു എപ്പിസോഡ് ഡിസ്കഷനുമായിട്ട് ഡിവോഴ്സ് ഒരു ഡിസ്കഷൻ ടോപ്പിക് എടുക്കണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ ഡൗറി ഒരു ഡിസ്കഷൻ ടോപ്പിക് എടുത്തപ്പോൾ അതിൽ വന്ന ഏറ്റവും വലിയ പ്രശ്നം, ഡൗറി നിങ്ങൾക്ക് വേണ്ടാന്ന് പറയുന്നുണ്ടെങ്കിൽ അലിമണിയും വേണ്ടാന്ന് പറയണം എന്നുള്ളത്. രണ്ട് സാധനമാണ്, അതിനെ മനസ്സിലാക്കാൻ പോലുള്ള ബുദ്ധിയില്ല. എന്നിട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണ്. അലിമണിയെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. സ്വന്തമായിട്ട് ജീവിക്കാനുണ്ടെങ്കിൽ രണ്ട് പാത്രത്തിലായി കഴിഞ്ഞാൽ 2 വഴിക്ക് പോകാം. പക്ഷെ ഞാൻ സപ്പോർട്ട് ചെയ്യും. കാരണം ഉണ്ടാക്കിയ കൊച്ച് എൻ്റെ മാത്രം. കൊച്ചിന്റെ കാര്യത്തിലല്ല, കൊച്ചിന്റെ കാര്യത്തിലല്ല. അലിമണി എന്ന് പറയുന്നത് നമ്മൾക്ക് ഭാര്യയെ സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമല്ല. കൊച്ചുണ്ടെങ്കിൽ ഒബ്വിയസ്ലി കൊച്ചിനെ ചെലവിന് കൊടുക്കേണ്ടത് അച്ഛനും അമ്മയ്ക്കും ഈക്വൽ ഉത്തരവാദിത്തമാണ്. അതേസമയം കുട്ടികളൊന്നുമില്ല, പക്ഷെ ഡിവോഴ്സ്ഡ് ആവുമ്പോഴത്തേക്കും എനിക്ക് എൻ്റെ ഷെയർ വേണം എന്ന് പറയുന്നത് ഭർത്താവിന്റെ ഷെയറിൽ നിന്ന് പിടിച്ച് മേടിക്കേണ്ട ഒരു സാധനമല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. കുട്ടി ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി കുട്ടിക്ക് ചെലവിന് കൊടുക്കണം. കുട്ടിയുടെ വിദ്യാഭ്യാസം, കുട്ടിയുടെ ഈക്വലായിട്ട് തന്നെ ചെയ്യണം. അത് നമുക്ക് വേറൊരു ടോപ്പിക്കുമായിട്ട് വരാം. ഇന്ന് നമുക്ക് LGBTQ+++ലേക്ക് നിർത്താൻ സമയമാണ്. അതെ, ഈ പ്ലസ് എന്ന് പറയുന്നത് ഇപ്പോഴും ഐഡന്റിഫൈഡ് ആയിട്ടുള്ള അമേരിക്കയിൽ ഡെയിലി ഓരോ ജെൻഡർ വീതം പുതിയതായിട്ട് വരുന്നുണ്ടെന്ന് സെക്ഷുവാലിറ്റി പുതിയത് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരുടെയും തോട്ട്സിൽ വരുന്ന, ഞാൻ ഇന്ന് ബൈസെക്ഷൽ ആയിരിക്കും, നാളെ ഹോമോ ആയിരിക്കും. ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ് എല്ലാവർക്കും. അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക, ഭയങ്കരമായിട്ട് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് ഈ സാധനത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ചേഞ്ചസ് നമ്മൾ നമ്മുടെ ലൈഫ് നോക്കുക. എപ്പോഴും പറയുന്ന പോലെ സ്വന്തം നമ്മുടെ ലൈഫ് നോക്കുന്ന കൂട്ടത്തിൽ അവരുടെ ലൈഫിനെ കയറി ചൊറിയാതെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ എപ്പോഴും എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ മൂക്കിൻ്റെ തുടങ്ങുന്നിടത്ത് മാത്രം, അതിനപ്പുറത്ത് പോയി തോണ്ടി പ്രശ്നം ഉണ്ടാക്കാതിരിക്കുക. അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത എപ്പിസോഡുമായിട്ട് വരും എന്ന പ്രതീക്ഷയോടെ 2 വീക്കിൽ ഗ്യാപ്പ് എടുത്താണെങ്കിൽ ഞങ്ങൾ വന്നു. അടുത്ത എപ്പിസോഡിന് എന്തെങ്കിലും ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ താഴെ കമന്റ്. റിസർവേഷന്റെ വീഡിയോ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് ഈ പരിപാടി നിർത്തിയാലും. റിസർവേഷൻ പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ നല്ല റീച്ച് ഉണ്ടെങ്കിൽ യൂട്യൂബിൽ വന്ന് കണ്ട് അതെന്താ നമ്മൾ പറഞ്ഞതെന്ന് അറിയാനായിട്ട് ആരും മെനക്കെട്ടിട്ടില്ല. എപ്പോഴും അങ്ങനെ ലോങ് വീഡിയോസ് കാണാൻ എപ്പോഴും മടിയല്ലേ. എന്തായാലും പോഡ്കാസ്റ്റ് നമ്മൾ അതെ, നമ്മൾ പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ആണ് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള കണ്ടന്റുകൾ മാത്രം ഇൻസ്റ്റാഗ്രാമിൽ ഇടണം എന്നുള്ള കമൻറ്റ് വരുന്നവരും ഉണ്ടായിരിക്കും. നമ്മളത് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആ കണ്ടന്റിനെ പറ്റിയാണ് സംസാരിച്ചതെന്നുള്ള രീതിയിലായിരിക്കും അവർ ചിന്തിക്കുന്നത്. പക്ഷേ അത് നമുക്ക് എന്താ പറയുക, ഓഫ്കോഴ്സ് നമുക്ക് യൂട്യൂബ് എന്നുള്ളതിൽ ഒരു ലോങ് വീഡിയോ ഇടാനുള്ള സ്പേസ് ഉണ്ട്. പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ ഓഫ്കോഴ്സ് നമ്മൾ റീൽസ് കണ്ടന്റ്സ് ആണ്. സൂൺ നമ്മൾ ഈ പോഡ്കാസ്റ്റ് എപ്പിസോഡ്സ് സ്പോട്ടിഫൈയിലും കൂടെ കൊണ്ടുവരാം. കുറച്ചുകൂടെ എളുപ്പമായിരിക്കും അല്ലേ, കണ്ട് അതെ ബുദ്ധിമുട്ടുണ്ട്, കേട്ട് ബുദ്ധിമുട്ടിയാൽ മതിയാവും. അപ്പോൾ ഇത് കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.